ഇന്ന് രാത്രിയിലെ ദൈവവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് ഒരു വാക്യം വായിച്ച് സഹായിക്കണമെന്ന് ഓർപ്പിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ പ്രാരംഭവാക്യം വായിച്ച് സഹായിക്കണമെന്ന് ഓർപ്പിക്കുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിക്കുവീൻ, എന്നിലും വിശ്വസിക്കുവീൻ. മതി. നമുക്ക് ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. മഹത്വവാനും പരിശുദ്ധനുമാകുന്ന ഞങ്ങളുടെ ദൈവമേ, നല്ല സന്ധ്യയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കൃപയിൽ ശരണപ്പെട്ട് ഈ സ്ഥലത്ത് ഞങ്ങൾക്ക് ഒന്നിച്ചു കൂടി അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ, സ്തുതിപ്പാൻ ലഭിച്ച വിലപ്പെട്ട അവസരങ്ങൾക്കായി സ്തോത്രം. ഇവിടുത്തെ സ്ഥലം സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചുമതല വഹിക്കുന്ന കർത്തൃദാസനെ, കൂട്ടുവേലക്കാരെ ഓർക്കുന്നു. ഞങ്ങൾക്കൊന്നിച്ചിങ്ങനൊരു അവസരം ലഭിച്ചതിനാൽ സ്തോത്രം. ശബ്ദപരിധി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഏവർക്കും അനുഗ്രഹമാക്കണം. ഈ സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും ആശീർവദിക്കണം. അവിടുത്തെ ദാസിദാസന്മാരെ എല്ലാവരെയും ബലപ്പെടുത്തുവാൻ അവിടുത്തോട് അപേക്ഷിക്കുന്നു. പ്രിയപുത്രനെ ഞങ്ങളെ കൂടി മഹത്വപ്പെടുത്തണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. അനുഗ്രഹപ്രദമായ ഈ നല്ല സന്ധ്യാസമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സുവിശേഷ യോഗത്തിൻ്റെ ഇന്ന് രാത്രിയിലെ യോഗത്തിലെ യോഗാധ്യക്ഷൻ, വിശേഷിച്ച് ഈ സ്ഥലം സഭയുടെ ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാനപ്പെട്ട കുറിയാക്കോസ് പാസ്റ്റർ കുടുംബം, ഈ സഭകളുടെ എല്ലാം ചുമതല വഹിക്കുന്ന ആദരണീയ കർത്തദാസൻ, മണ്ണുതിയിൽ നിന്ന് വന്ന ബഹുമാന്യ കർത്തദാസൻ കുറിയാക്കോസ് പാസ്റ്റർ അവർകൾ, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ കുന്നംകുളം സെൻറ്ററിൻ്റെ ചുമതല വഹിക്കുന്ന ബഹുമാന്യ കർത്തദാസൻ സാംബർഗീസ് അവർകൾ, അനുഗ്രഹിക്കപ്പെട്ടതായ ഗായക സംഘം, കൂടപ്പെട്ടിരിക്കുന്നതായ മാന്യ ദൈവമക്കൾ, മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നവര്, ദൂരസ്ഥലങ്ങളിൽ ഇരുന്ന് ഈ ശുശ്രൂഷ കാണുകയും കേൾക്കുകയും ചെയ്യുവാൻ ഉതകത്തക്ക വിധത്തിൽ ഈ ശുശ്രൂഷകൾ, ഇവിടെ നടക്കുന്ന ശുശ്രൂഷകൾ പകർത്തിക്കൊണ്ടിരിക്കുന്ന ചുമതലപ്പെട്ടവർ, ഇതിന് ശേഷമായിട്ട് ആരെങ്കിലും ഇത് കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നെങ്കിൽ അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർ, ഈ ടൗൺ ഹാളിൻ്റെ മുൻപിൽ ഈ ഗ്രൗണ്ടിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ആദരണീയ ദൈവദാസന്മാർ, ദൈവമക്കൾ, ദൂരത്തും ചാരത്തും ഈ ശബ്ദ പരിധിയിൽ ശ്രദ്ധിക്കുന്ന ബഹുമാന്യരായ പ്രിയപ്പെട്ടവർ, വാഹനം ഓടിക്കുന്നവര്, വ്യാപാരം ചെയ്യുന്നവര്, സമീപ സ്ഥലത്ത് നിന്ന് ഇത് വീക്ഷിക്കുന്ന ശ്രദ്ധിക്കുന്ന ബഹുമാന്യരായ പ്രിയപ്പെട്ടവർ, ഈ ടൗൺ ഹാളിൻ്റെ മറ്റ് ചുമതല വഹിക്കുന്ന പ്രിയപ്പെട്ടവർ, ഉത്തരവാദിത്തപ്പെട്ടവർ, ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഈ സന്ധ്യയിൽ വന്ദനം ചൊല്ലുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷയും കർത്താവ് അനുവദിച്ചാൽ നാളെ രാത്രിയിലും ദൈവവചനം ശുശ്രൂഷിപ്പാനും കൂടാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വീണ്ടും അപേക്ഷിക്കുന്നു. ഇന്ന് നാളെയുമുള്ള ശുശ്രൂഷയെ പറ്റി ബഹുമാനപ്പെട്ട കുറിയാക്കോസ് പാസ്റ്റർ മണ്ണുതിയിൽ നിന്ന് വിളിച്ച് ഞങ്ങൾ ഫോണിൽ കൂടി സംസാരിച്ചു, ഓർത്ത് പ്രാർത്ഥിച്ചു. എനിക്ക് തോന്നുന്നത് ആദ്യം മണ്ണൂത്തിയിൽ ഈ യോഗം നടത്താൻ ആഗ്രഹിച്ചെന്ന് തോന്നുന്നു. അതിന് ശേഷമായിട്ട് വിളിച്ച് പറഞ്ഞു, മണ്ണൂത്തിയിലല്ല, ഗുരുവായൂരാണ് നമ്മുടെ യോഗം നടക്കുന്നത്. അപ്പം എനിക്ക് കുറച്ചുകൂടെ സന്തോഷം തോന്നി. ഇങ്ങനെയൊരവസരം ഈ സ്ഥലത്ത് ഇങ്ങനെ ലഭിച്ചതോർത്ത് ദൈവത്തിന് മഹത്വം. വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട കുറിയാക്കോസ് പാസ്റ്ററുള്ള ബന്ധത്തിൽ ഈ സഭയിൽ വന്ന് ശുശ്രൂഷിച്ചിട്ടുണ്ട്, അതും ഓർക്കുന്നു. വീണ്ടും ഇങ്ങനെ അവസരം ലഭിച്ചതോർത്ത് ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു.
വളരെ ശാന്തമായിട്ട് ഇന്ന് രാത്രി നമുക്ക് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ ചിന്തിക്കാം. സാധാരണ നമ്മൾ മറ്റിടങ്ങളിൽ യോഗം നടത്തുന്നത് പോലല്ല, നടക്കുന്നത് പോലെയല്ലെന്നറിയാം. അതുകൊണ്ട് ഈ രാത്രിയിൽ വളരെ ശാന്തമായിട്ട് ദൈവ വചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കാം. ദൈവം അനുവദിച്ചാൽ നാളെ രാത്രിയും നമുക്ക് വചനം ധ്യാനിപ്പാൻ അവസരം ദൈവം തരട്ടെ. ഇന്ന് രാത്രിയിലെ തിരുവചന ധ്യാനത്തിന് അടിസ്ഥാനമായിട്ട് വളരെ പരിചിതമായ ഒരു തിരുവെടുത്താണ് ഇവിടെ പൊതുവിൽ വായിച്ച് കേട്ടിരിക്കുന്നത്. ആ തിരുവെടുത്ത് കർത്താവിൻ്റെ ദാസൻ ഒന്നുകൂടെ വായിച്ച് സഹായിക്കണമെന്ന് വീണ്ടും കർത്തൃനാമത്തിൽ അപേക്ഷിക്കുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ഒരിക്കൽ കൂടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. നമോ നമോ നാശവാരണ സ്വാമിൻ നമോ നമോ യേശുനായക ശ്രീശ നമോ നമോ നാശവാരണ സ്വാമിൻ നമോ നമോ. യേശുനായക ശ്രീജ നമോ നമോ നാശവാരണ സ്വാമിൻ നമോ നമോ യേശുനായക ശ്രീജ നമോ നമോ നാശവാരണ സ്വാമിൻ നമോ നമോ മോഷിപു ജിതരൂപ നമോ നമോ മഹിപാദ. മാനുവേലനെ ഭാഗി നമോ നമോ മാനവസുത വൈര്യ നമോ നമോ മാനുവേലനെ ഭാഗി നമോ നമോ മാനവസുത വൈര്യ നമോ നമോ ദീനവത്സല ക്രിസ്ത നമോ നമോ ദീനമാകെ. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഈ നല്ല രാത്രിക്കായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എല്ലാ ദിവസങ്ങളും ഈ പ്രസംഗവും യാത്രയൊക്കെ ഉള്ളത് തൊണ്ടയ്ക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം മൈക്ക് കുറച്ചുകൂടെ കുഴപ്പമില്ല, ഇന്നിങ്ങനെ പോട്ടെ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ പ്രാരംഭം. ഈ പരുവത്തിൽ നിൽക്കട്ടെ. നമ്മുടെ പേരെന്തുവാ? ഒരിക്കൽ കൂടി ആ തിരുവെടുത്ത് വായിച്ച് സഹായിച്ചാട്ടെ. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. മതി. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യമാണ്. ഈ രാത്രിയിൽ ഇങ്ങനെ നമുക്ക് ലഭിച്ച അവസരത്തിനായിട്ട് വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ലൈറ്റ് ഇച്ചിരി ഒന്ന്
കണ്ണങ്ങ് ചിമ്മി നിൽക്കുന്നു. അല്ല, ഞാൻ പിന്നെ തിരിഞ്ഞു നിന്ന് പ്രസംഗിക്കേണ്ടി വരും. മതി, അവിടെ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യമാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നമ്മളെ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ എല്ലാവരോടും യോജിച്ചില്ലെങ്കിൽ അത് ഒക്കുകയല്ല. അപ്പം ആരെങ്കിലും ഒരാൾ ഇതിനകത്ത് വിഘടിച്ചാൽ ഇത് വിജയം വരികയല്ല. നമ്മളെല്ലാം കൂടെ ഒന്നിച്ച് യോജിച്ച് വേണം ഈ ശുശ്രൂഷകൾ സംബന്ധിക്കാൻ. അത് മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നവരും തബല വായിക്കുന്നവരും പ്രസംഗിക്കുന്ന ഞാനും ലീഡ് ചെയ്യുന്നവരും വന്നിരിക്കുന്നവരെല്ലാം ഒറ്റക്കെട്ടായിട്ടിരിക്കണം. സ്തോത്രം. അപ്പോൾ ശ്രദ്ധിക്കുക, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യമാണ്. എന്താണ് സുവിശേഷം? ഏതാണ് സുവിശേഷം? സുവിശേഷം എന്ന് പറഞ്ഞാൽ മതം മാറ്റുന്നതോ ആൾക്കാരെ കൂട്ടി ബഹളമുണ്ടാക്കുന്നതോ തത്വസംഹിതകൾ നിരത്തുന്നതോ പ്രത്യേക ശാസ്ത്രങ്ങളെ പറ്റി വിസ്തരിക്കുന്നതോ ആൾക്കാരെ വേറൊരു മതത്തിൽ നിന്ന്, ഒരു സംഘത്തിൽ നിന്ന്, സംഘടനയിൽ നിന്ന് മറ്റൊരു സംഘടനയിലേക്ക് ചേർക്കുന്നതോ ഇതൊന്നുമല്ല സുവിശേഷം. സുവിശേഷം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. അത് മറ്റാരുമല്ല, കർത്താവായ യേശു ക്രിസ്തു. മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ സ്വർഗമഹിമകൾ പിടിഞ്ഞ് ഇഹലോകത്തിലേക്ക് ഇറങ്ങി വന്ന നസറായനാകുന്ന യേശു ക്രിസ്തു. അതാണ് സുവിശേഷം. ധന്യനായ പൗലോസ് പറഞ്ഞ വാക്യം ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്ക് കേൾക്കുന്നവർക്ക് മനപ്പാഠമാണ്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളൂ. അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. സുവിശേഷം എന്ന് പറഞ്ഞാൽ നല്ല വാർത്തയാ, ഗുഡ് ന്യൂസ്, സദ്വർത്തമാനം. ഈ വാർത്ത എല്ലാ ഇടങ്ങളിലും അറിയണം, അറിയിക്കണം, എല്ലാവരും അറിയണം. ആംഗലേയ ഭാഷ വലിയ വശമില്ലെങ്കിലും നിങ്ങൾക്കത് വശമുള്ളവരാ, കേൾക്കുന്നവര്. ന്യൂസാ എന്ന് പറഞ്ഞാൽ നോർത്തിലും ഈസ്റ്റിലും വെസ്റ്റിലും സൗത്തിലുമെല്ലാം അറിയിക്കേണ്ട ഒരേ ഒരു ന്യൂസ്, ആ വർത്തമാനം, സദ്വർത്തമാനം യേശു ക്രിസ്തു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് സുവിശേഷം. ഞാൻ ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നാണ് ഈ മാർഗത്തിൽ വന്നത്. മതം മാറ്റിയതല്ല, സമ്മർദ്ദം ചെലുത്തിയതല്ല, നിർബന്ധിച്ചതല്ല, ഭീഷണിപ്പെടുത്തിയതല്ല, എന്തെങ്കിലും മോഹന വാഗ്ദാനങ്ങൾ പറഞ്ഞ് വന്നതല്ല, കേട്ടു വന്നതല്ല. എല്ലാം വിവരിക്കാൻ ഇന്ന് സമയമെടുക്കുന്നില്ല. സുഖമില്ലാതെ വളരെ പ്രയാസപ്പെട്ടു, ചികിത്സകൾ ധാരാളം ചെയ്തു. അന്നത്തെ വിശ്വാസമനുസരിച്ച് പല കാര്യങ്ങൾ പ്രവർത്തിച്ചു, ചെയ്തു. എനിക്ക് വേണ്ട വിധത്തിൽ സൗഖ്യമോ ആശ്വാസമോ ഒന്നും ലഭിച്ചില്ല. ഒരു സന്ധ്യാസമയത്ത് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സന്ദർഭത്തിൽ ഇതുപോലെ ഒരു വീടിൻ്റെ മുറ്റത്ത് കുറച്ചു പേര് കൂടി ഒരു സുവിശേഷ യോഗം, പ്രാർത്ഥനാ യോഗം. എൻ്റെ വീട്ടിലേക്ക് വരുന്ന വഴിയില്ല. അപ്പോൾ ദൂരെ മാറി ഈ യോഗം ശ്രദ്ധിച്ചു. ഒരു മരത്തിനെ മറഞ്ഞിരുന്ന് ശ്രദ്ധിച്ചു, ഇരുട്ടാ. അപ്പോൾ അവിടെ വലിയ ബഹളവും ഒച്ചപ്പാടും ഒക്കെയാ, ഒന്നും മനസ്സിലാകുന്നില്ല. എങ്കിലും അല്പം കഴിഞ്ഞപ്പോൾ ഹൃദയത്തിൽ ഒരു തോന്നലുണ്ടായി, ഇവർ പ്രാർത്ഥിച്ചാൽ എനിക്ക് സൗഖ്യം കിട്ടും. അവരോട് പറഞ്ഞില്ലെങ്കിൽ ഹൃദയത്തിൽ ഈ ചിന്ത ഉണ്ടായി. അല്പസമയം കഴിഞ്ഞപ്പോൾ ആ പ്രാർത്ഥനാ യോഗത്തിൽ നിന്ന് ഒരു പയ്യൻ ഇറങ്ങി എൻ്റെ സമീപേ കൂടെ വന്നു. ആ പയ്യനോട് പറഞ്ഞു, അവിടെ പ്രാർത്ഥിക്കുന്നവരോട് പറയണം എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാൻ സൗഖ്യത്തിന്. ആ പയ്യൻ തിരിച്ച് നടന്നു എന്നവരോട് പറഞ്ഞു.
എന്തിനേറെ അന്ന് രാത്രി അവിടെയുള്ള ദൈവമക്കളും ദൈവദാസന്മാരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ ദാസന്മാരിൽ ചിലര് എൻ്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ആ രാത്രി യേശു സൗഖ്യമാക്കി. ഉദ്ദേശം അന്ന് രാത്രി ഒരു 11:45 രക്ഷിക്കപ്പെടുവാൻ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ ദൈവം ഭാഗ്യം നൽകി. അങ്ങനെയാണ് ഈ മാർഗത്തിൽ വന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഈ മാർഗത്തിൽ നിലനിൽക്കുവാൻ ദൈവം കൃപ നൽകി. ദൈവത്തിൻ്റെ മഹാകൃപ കൊണ്ടും അനേക ദൈവമക്കളുടെ വിലപ്പെട്ട പ്രാർത്ഥന കൊണ്ട് ഈ നിമിഷം വരെ നിൽക്കുവാൻ ദൈവം കൃപ നൽകി. അപ്പോൾ ഓർപ്പിച്ചല്ലോ, ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് ഈ മാർഗത്തിൽ വന്നത്. അപ്പോൾ ആ സമയത്ത് ആരംഭ സമയങ്ങളിൽ ചിന്തിച്ചത്, ധരിച്ചത് 4 സുവിശേഷം ഉണ്ടെന്നാണ് അന്ന് ധരിച്ചത്. കാരണം ഈ ബൈബിള് വായിച്ചപ്പോൾ അങ്ങനെ മത്തായി എഴുതിയ സുവിശേഷം, മർക്കോസ് എഴുതിയ സുവിശേഷം, ലൂക്കോസ് എഴുതിയ സുവിശേഷം, യോഹന്നാൻ എഴുതിയ സുവിശേഷം. അപ്പോൾ അന്ന് ധരിച്ചത്, ചിന്തിച്ചത് 4 സുവിശേഷമുണ്ടെന്ന്. എന്നാൽ സഭയുടെ കൂട്ടായ്മയിൽ ചെന്ന് ഇതുപോലെയുള്ള വിലപ്പെട്ട ദൈവദാസന്മാർ ദൈവവചനം പഠിപ്പിച്ചപ്പോൾ, അത് പറഞ്ഞു തന്നപ്പോൾ, അത് വായിച്ച് മനസ്സിലാക്കിയപ്പോൾ ബോധ്യപ്പെട്ടു, സുവിശേഷം 4 ഇല്ല, സുവിശേഷം 1 ഉള്ളൂ. അത് കർത്താവാകുന്ന യേശു ക്രിസ്തു. പിന്നെ എന്തുവായി 4 പേരും സുവിശേഷം എഴുതിയിരിക്കുന്നത് 4 സുവിശേഷമായിട്ട്. അത് എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്കും അറിയാം, സുവിശേഷത്തിൻ്റെ 4 വിശേഷതകളാണ്. അപ്പോൾ ന്യായമായ ചിന്ത ചിലർക്കുണ്ടാകും, സുവിശേഷത്തിന് 4 വിശേഷതയോ ഉള്ളോ? അല്ല, സുവിശേഷത്തിന് 4-മല്ല 40-മല്ല, സുവിശേഷത്തിന് ധാരാളം വിശേഷതയുണ്ട്. എന്നാൽ സുവിശേഷത്തിൻ്റെ 4 വിശേഷതകളെ പറ്റിയാണ് ഈ 4 പേരും എഴുത്തിൽ കൂടി വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഓർപ്പിച്ചല്ലോ, സുവിശേഷം യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിൻ്റെ 4 പ്രത്യേകതകൾ, വിശേഷതകൾ. 1, യേശു ക്രിസ്തു രാജാതി രാജാവാണ്. 2, യേശു ക്രിസ്തു സമ്പൂർണ്ണ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ച വ്യക്തിയാണ്. 3, യേശു ക്രിസ്തു ദാസരൂപമെടുത്ത് ജീവിച്ച മഹത് വ്യക്തിയാണ്. 4, യേശു ക്രിസ്തു നിത്യ സത്യ ഏക ദൈവമാണ്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ രാജത്വം, യേശു ക്രിസ്തുവിൻ്റെ ദാസ്യത്വം, യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വം, യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം, ഇതാണ് 4 പേരും എഴുത്തുകളിൽ കൂടി രേഖപ്പെടുത്തിയിരിക്കുന്നത്. മത്തായി എഴുതിയിരിക്കുന്നത് യേശു ക്രിസ്തു രാജാതി രാജാവാണെന്ന് തെളിയിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് 2-ാം അധ്യായമൊക്കെ നാം വായിക്കുമ്പോൾ വിദ്വാൻമാർ ചെന്ന് ചോദിച്ച ചോദ്യമൊക്കെ എടുത്ത് എഴുതിയിരിക്കുന്നത്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? സാധാരണ രാജാക്കന്മാര് ആയിത്തീരുന്നത് ജനിച്ച് ജീവിച്ച് നാളുകൾ കഴിയുമ്പോൾ മറ്റുള്ളവരെ രാജാവായിട്ട് വാഴിക്കുക. എന്നാൽ യേശുക്രിസ്തുവിന്റെ രാജത്വത്തിന്റെ പ്രത്യേകത, അവിടുന്ന് ജനിച്ചപ്പോഴേ രാജാവായി പിറന്നവന്. അപ്പൊ യേശുക്രിസ്തു രാജാതി രാജാവാണ്. അതാണ് മത്തായി എഴുതിയതിന്റെ ഉദ്ദേശം. മർക്കോസ് എഴുതിയിരിക്കുന്നത് യേശുക്രിസ്തു ദാസനായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചു. ദാസൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി എന്തും സഹിപ്പാൻ, എന്തും ചെയ്യുവാൻ, എന്തും വഹിപ്പാൻ ഒരുക്കമുള്ള, സമർപ്പണമുള്ള ഒരു വ്യക്തിയെ കാണിക്കുക. അപ്പോൾ ക്രിസ്തുയേശു ദാസരൂപം എടുത്തതാണ് മർക്കോസ് തെളിയിച്ചിരിക്കുന്നത്. പൗലോസ് ആ കാര്യം ലേഖനത്തിൽ ഓർപ്പിച്ചല്ലോ. ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന നസ്രയനാകുന്ന യേശു ക്രിസ്തു. ഒരു പഴയ പാട്ടുണ്ട്, അറിയാവുന്നവര് ചേർന്ന് പാടാം. വേഷത്തിൽ മനുഷ്യനായി
കാണപ്പെട്ടോനെ വേഷത്തിൽ മനുഷ്യനായി കാണപ്പെട്ടോനെ മനുഷ്യ ജന്മം എടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ മനുഷ്യ ജന്മം എടുത്ത നിന്നെ വാഴ്ത്തിടുന്നു 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 എന്റെ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു എന്റെ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു വേഷത്തിൽ മനുഷ്യനായി കാണപ്പെട്ടോനെ വേഷത്തിൽ മനുഷ്യനായി കാണപ്പെട്ടോനെ അവൻ മനുഷ്യ ജന്മം എടുത്ത നിന്നെ വാഴ്ത്തിടുന്നു മനുഷ്യ ജന്മം എടുത്ത നിന്നെ വാഴ്ത്തിടുന്നു അവൻ വാഴ്ത്തിടുന്നു 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 ഞാൻ എന്റെ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ എന്റെ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു കരമുയർത്തി ദൈവത്തിന് മഹത്വം കരയേറ്റാം. അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിന്റെ ദാസരൂപം. എന്നാൽ ലൂക്കോസ് വേറൊരു നിലയിലാണ് ക്രിസ്തുവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അവിടുന്ന് സമ്പൂർണ്ണ മനുഷ്യൻ, നല്ല ഒരു മനുഷ്യൻ, ആ നല്ല മനുഷ്യത്വത്തെയാണ് ലൂക്കോസ് വരച്ച് കാട്ടിയിരിക്കുന്നത്. എന്നാൽ ഇതിൽ നിന്നെല്ലാം നമുക്കറിയാം വ്യത്യസ്തമാണ് യോഹന്നാന്റെ എഴുത്ത്. യേശുക്രിസ്തു ദൈവമാണെന്ന് തെളിയിച്ചിരിക്കുക. യേശുക്രിസ്തു ഏകദൈവം, യേശുക്രിസ്തു സത്യദൈവം, യേശുക്രിസ്തു നിത്യദൈവം, യേശുക്രിസ്തു സാക്ഷാൽ ദൈവം, യേശുക്രിസ്തു ജീവനുള്ള ദൈവം, യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്ന ദൈവം. അതാണ് യോഹന്നാന്റെ എഴുത്തിന്റെ വിശേഷത. ഇനി നമ്മൾ ആ ഭാഗം സാധാരണ പഠിക്കുന്നവർക്കറിയാം, മത്തായി യഹൂദന്മാരെ ഉദ്ദേശിച്ചാണ് എഴുതിയതിൻ്റെ പ്രധാന കാരണം. മർക്കോസ് അന്ന് ഭരിക്കുന്നവർ റോമ ഗവൺമെന്റാണ്. അപ്പൊ റോമാക്കാരെ ഉദ്ദേശിച്ചാണ് മർക്കോസ് എഴുതിയിരിക്കുന്നത്. ലൂക്കോസിന്റെ എഴുത്തിന്റെ ഉദ്ദേശം യവനായർ, ജ്ഞാനമുള്ള ജാതികളായ യവനായരെ ഉദ്ദേശിച്ചാണ് ലൂക്കോസ് എഴുതിയിരിക്കുന്നത്. എന്നാൽ യോഹന്നാൻ എഴുതിയിരിക്കുന്നത് ദൈവസഭയെ ഉദ്ദേശിച്ചാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ എഴുത്തുകാർക്കും എഴുത്തിനും വ്യത്യാസമുണ്ട്. മത്തായി എഴുതിയിരിക്കുന്നത് യഹൂദന്മാരെ ഉദ്ദേശിച്ച് ഉന്നം വെച്ച് എഴുതി. അതിന് കാരണം യഹൂദന്മാർക്ക് ഈ പാരമ്പര്യം പറയുന്നത് ഇഷ്ടമാണ്. വംശാവലി അത് യഹൂദന്മാർക്ക് ഇഷ്ടമാണ്. ആ വംശാവലി ചൂണ്ടിക്കാണിച്ചാണ് മത്തായി എഴുതിയിരിക്കുന്നത്. അതാണ് മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ നാം വായിക്കുമ്പോൾ ആ പാരമ്പര്യം വംശാവലിയെ പറ്റി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒന്ന് വായിച്ച് സഹായിച്ചാട്ട്. ഇവിടെ കൂടി വന്നിരിക്കുന്ന ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കും എല്ലാം ഈ ഭാഗം നല്ല മനപ്പാഠമാണെന്ന് എനിക്കറിയാം. അപ്പം നിങ്ങളെ ഉദ്ദേശിച്ചല്ലല്ലോ ഈ യോഗം പ്രധാനമായിട്ട് നടത്തുന്നത്. അറിയാത്ത ആരെങ്കിലും ഒരാളെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാ യോഗം. അപ്പോൾ ഒന്ന് വായിച്ച് സഹായിക്കും. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി. അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു. ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു. യാക്കോബ് യഹൂദിയെയും അവന്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു. യഹൂദ താമാരിൽ പാരേസിനെയും സാരഹിനെയും ജനിപ്പിച്ചു. അപ്പൊ ശ്രദ്ധിക്കുക, ഇത് വംശാവലി പട്ടികയാ. ഇനി ആ വംശാവലിക്കകത്ത് ദൈവത്തിന്റെ വേറൊരു പദ്ധതിയുണ്ട്. സാധാരണ യഹൂദന്മാര് വംശാവലി എഴുതുമ്പോൾ സ്ത്രീകളുടെ പേര് ചേർക്കാറേ ഇല്ല. എന്നാൽ ഈ മത്തായി സുവിശേഷം 1-ാം അധ്യായം പഠിക്കുമ്പോൾ ചില സ്ത്രീകളെ അവിടെ പരാമർശിക്കുന്നുണ്ട്. താമാറ്, രാഘാബ്, ഇങ്ങനെയുള്ള സ്ത്രീകളെ അവിടെ പരാമർശിക്കുന്നു. എന്നിട്ട് 21-ാമത്തെ വാക്യത്തിൽ
എടുത്തൊരു കാര്യം പറയുന്നുണ്ട്. 21 വായിച്ചാട്ടെ. അവൾ ഒരു മകനെ പ്രസവിക്കും. അപ്പോൾ 20 മുതലൊന്ന് വായിച്ചോ. ഇങ്ങനെ നിലച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ദാവീദിന്റെ മകനായ യോസേഫേ, ദാവീദിന്റെ മകനാകുന്ന യോസഫേ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിലാകുന്നു. പിന്നെ അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിക്കൊണ്ട് നീ അവനെ യേശു എന്ന് പേർ ഇടണമെന്ന്. ഈ കാര്യം എടുത്തു പറയാൻ കാര്യം, ഉൽപ്പത്തി പുസ്തകത്തിൽ സ്ത്രീയുടെ സന്തതി എന്നൊരു പ്രയോഗമുണ്ട്. അതുകൊണ്ടാണ് 16-ാമത്തെ വാക്യമെല്ലാം ചേർത്ത് പഠിക്കുമ്പോൾ അവളിൽ നിന്ന് യേശു എന്ന് പേരുള്ള സ്തോത്രം ക്രിസ്തു ജനിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ 1-ാം അധ്യായത്തിൽ യഹൂദന്മാർ സ്ത്രീകളുടെ പേരുകൾ വംശാവലി പട്ടികയിൽ ചേർക്കാറില്ല. എന്നാൽ സർവജ്ഞാനിയായ ദൈവം ആ സ്ത്രീയുടെ സന്തതിയായി ജനിക്കും എന്നുള്ള കാര്യം തെളിയിക്കാനും കൂടെ ആ പാരമ്പര്യത്തിൻ്റെ അവസ്ഥകളെ മാറ്റാൻ വേണ്ടിയാണ് വംശാവലി പട്ടിക അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കൊള്ളാം, മത്തായി യഹൂദന്മാരെ ഉദ്ദേശിച്ചാണ് എഴുതിയിരിക്കുന്നത്. മുൻപോട്ട് പോകാം. ലൂക്കോസ് ഈ യവനായരെ ഉദ്ദേശിച്ചാണ് എഴുതിയിരിക്കുന്നത്. യഹൂദന്മാര് അടയാളം ചോദിക്കുന്നു, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു. അപ്പോൾ യവനന്മാർ ജാതികളായ പ്രിയപ്പെട്ടവർക്ക് ചരിത്രങ്ങൾ നന്നായിട്ട് തെളിയിച്ച് വേണം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുവാൻ. അതുകൊണ്ട് ലൂക്കോസ് ചരിത്രങ്ങൾ നന്നായി പഠിച്ച് അടുക്കടുക്കായിട്ട് ക്രമമായിട്ടാണ് ലൂക്കോസ് എഴുതിയിരിക്കുന്നത്. അത് ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യം വായിക്കുമ്പോൾ ബോധ്യപ്പെടും. ഒന്ന് വായിച്ച് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ലൂക്കോസ് 1-ാം അധ്യായത്തിന്റെ 1-2 തിരുവെഴുത്തുകൾ. ശ്രീമാനായ തെയോഫിലോസേ, ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകന്മാരുമായവർ നമ്മെ ഭരമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം ചമയ്ക്കുവാൻ പലരും തുനിഞ്ഞിരിക്കൊണ്ട് നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്നത് നന്നെന്ന് ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്കും തോന്നിയിരിക്കുന്നു. അപ്പോൾ ലൂക്കോസ് അവിടെ കൊടുത്തിരിക്കുന്നത് ഇത് ചരിത്രം നന്നായിട്ട് എഴുതുക. അപ്പോൾ ആദ്യം മുതൽ പഠിച്ചു, സൂക്ഷ്മമായി പഠിച്ചു, അത് ക്രമമായിട്ട് എഴുതുകയാണ്. അപ്പോൾ വളരെ ചിട്ടയോടെ ക്രമത്തോടെ സൂക്ഷ്മമായി ആദ്യം മുതൽ സകലതും നന്നായി പഠിച്ചാണ് ലൂക്കോസ് എഴുതിയിരിക്കുന്നത്. ചരിത്ര തെളിവുകളിട്ടാണ് ലൂക്കോസ് എഴുതിയിരിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ തിരിപ്പറവിയും എല്ലാം. അന്ന് പേർവഴി ചാർത്താൻ പോയപ്പോൾ ആരാണ് ഗവർണർ, നാടുവാഴികൾ ആരാണ്, നാട്ടുരാജ്യം ഭരിക്കുന്നത് ആരാണ്, അന്നത്തെ സാഹചര്യം എന്താണ്, അതെല്ലാം വളരെ കൃത്യത്തിനാണ് ലൂക്കോസ് ചേർത്തിരിക്കുന്നത്. അറിവുള്ള വാക്യമായി എങ്കിലും നമ്മൾ ഈ പറയുന്ന കാര്യമൊക്കെ വേദപുസ്തകത്തിലുള്ളതാണെന്ന് ഇത് വേദപുസ്തകം വായിക്കാത്ത കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അറിവിനായി ഇത് വായിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഇതെല്ലാം നന്നായിട്ടറിയാം, നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ അറിയാം, നിങ്ങൾക്കെല്ലാം നന്നായിട്ടറിയാം. എന്നാലും നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇപ്പം നിങ്ങളിരിക്കുന്നത് ബലപ്പെടാനൊന്നുമല്ല, ഞാൻ പറയുന്നത് നോക്കുന്നുണ്ടോ നോക്കിയിരിക്കുക. അപ്പം അതുകൊണ്ട് അറിയാത്ത ആരെങ്കിലും ഒരാൾ ഇവിടെങ്ങാനും ഉണ്ടെങ്കിൽ അവരുടെ അറിവിനാണ് ഇത് വായിപ്പിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള തിരുവെടുത്ത് ഒന്ന് വായിച്ച് സഹായിച്ചാട്ടെ. തിബെരിയോസ് കൈസരുടെ വാഴ്ചയുടെ 15-ാം ആണ്ടിൽ പൊന്തിയോസ് പീലാത്തോസ് യഹൂദ്യ നാട് വാഴുമ്പോൾ, അപ്പോൾ തിബെരിയോസ് കൈസരുടെ വാഴ്ചയുടെ 15-ാം ആണ്ട്. അപ്പോൾ തിബെരിയോസ് കൈസര് ഭരിക്കാൻ തുടങ്ങിയിട്ട് 15 കൊല്ലമായി. പൊന്തിയോസ് പീലാത്തോസ് യഹൂദ്യ നാട്, അപ്പൊ അന്ന് യഹൂദ്യ നാട് വാഴുന്നത് പൊന്തിയോസ് പീലാത്തോസ്. ഇനി അടുത്ത വാക്യം. ഹെരോദാവ് ഗലീലയിലെ ഭരണത്തിന്റെ ചക്രം നിയന്ത്രിക്കുന്നയാള് ഹെരോദാവ്. അവന്റെ സഹോദരനാകുന്ന ഫിലിപ്പോസ് ഇതൂര്യത്ര കോന്നിത്തി ദേശങ്ങളിലും ലൂസാനോസ് അബീനയിലും ഇടപ്രഭുക്കന്മാരായി ഖന്നാവും കയ്യപ്പാവും മഹാപുരോഹിതന്മാരായിട്ടും ഇരിക്കും കാലം. അപ്പൊ ഇടപ്രഭു ഇന്നയാള്, മഹാപുരോഹിതന്മാർ ഇന്നയാള്, നാടുവാഴി ഇന്നയാള്, ഗവർണർ ഇന്നയാള്, ഇതെല്ലാം ചരിത്ര തെളിവാണ്.
യേശുക്രിസ്തുവിന്റെ ജനനത്തെ പറ്റി വിവരമുള്ള ആരും തർക്കിക്കത്തില്ല. അവിടുന്ന് ചരിത്ര പുരുഷനാണ്. കാരണം ചരിത്രത്തെ അവൻ തരംതിരിക്കുവാൻ ഉതകിയ ജനനമാണ് യേശുക്രിസ്തുവിന്റെ ജനനം. ഇതിനെപ്പറ്റി നന്നായി പഠിച്ച ആള് പറഞ്ഞിരിക്കുന്നത്, ഒരു കുട്ടി ജനിച്ചാൽ രജിസ്റ്റർ ചെയ്യണമല്ലോ. ജനന രജിസ്റ്ററുമുണ്ട്, മരണ രജിസ്റ്ററുമുണ്ട്. അത് അത്യാവശ്യമായിട്ട് ചെയ്തിരിക്കണം. ചരിത്രം പഠിച്ചിട്ടുള്ളവർക്കറിയാം, യേശുക്രിസ്തുവിന്റെ ജനനം യഹൂദയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് അന്വേഷിച്ചാൽ കിട്ടും. അത് അന്വേഷിച്ച് കണ്ടുപിടിച്ചവരുമുണ്ട്. കാരണം അന്ന് വാണ നാടുപാടുകള് കാര്യങ്ങളെല്ലാം വിശദമായി പഠിച്ചവര് അത് കണ്ടുപിടിച്ചു. എന്നാൽ പലരും ജനിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഇന്ന് വരെ ജനന രജിസ്റ്റർ ആരുടെയും കയ്യിലില്ല. ഞാനിപ്പോൾ അത്രോ പറയുന്നുള്ളൂ. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനം രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. ചരിത്രം പഠിക്കുന്ന ആർക്കും നിഷേധിക്കാനൊക്കത്തില്ല. അപ്പോൾ യവനന്മാരെ ചരിത്രം അന്വേഷിക്കുന്നവരും ജ്ഞാനികളായതുകൊണ്ട് ലൂക്കോസ് അത് ഓർഡറായിട്ട് എഴുതി, ചരിത്രം പഠിച്ചു, ആദ്യം മുതൽ പഠിച്ചു, സൂക്ഷ്മമായി പഠിച്ചു. ഇതെല്ലാം ക്രമത്താലെയാണ് ലൂക്കോസ് എഴുതിയിരിക്കുന്നത്. ആട്ടെ, ഞാൻ അധികം വിവരിക്കുന്നില്ല. ഇവിടെ സമയത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ആ നിശ്ചയിക്കപ്പെട്ട സമയത്ത് അത് കുറിയാക്കോസ് പാസ്റ്റർ ഞാനും സംസാരിച്ചിട്ടുണ്ട്. കൃത്യസമയത്ത് ഇന്ന് സന്ധ്യയിലെ യോഗം നിർത്തും. അപ്പം യോഗം നിർത്തുമ്പോൾ, പ്രസംഗം നിർത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്നോട് പറഞ്ഞ സമയം അതാണെന്ന്. അപ്പൊ ശ്രദ്ധിക്കുക, ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് യോഹന്നാന്റെ എഴുത്ത്. യോഹന്നാൻ എഴുതിയിരിക്കുന്നത് യേശുക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കാൻ ദൈവസഭയ്ക്ക് വേണ്ടിയാണ് എഴുതിയിരിക്കുന്നത്. മർക്കോസ് റോമാക്കാരെ ഉദ്ദേശിച്ചെഴുതി. റോമാക്കാരുടെ ഒരു പ്രത്യേകത വലിച്ചു വാരി പറയുന്ന ഇഷ്ടമല്ല, നാടൻ ഭാഷ പറഞ്ഞ ഒത്തിരി പരത്തി പറയുന്ന ഇഷ്ടമല്ല. സ്റ്റാൻഡേർഡ് ആയിരിക്കണം, ഷോർട്ടായിട്ട് പറയണം. അതുകൊണ്ടാണ് നിങ്ങൾ മർക്കോസിന്റെ സുവിശേഷം നോക്കിക്ക് 16 അധ്യായമേ ഉള്ളൂ. മത്തായി 28 അധ്യായം പാരമ്പര്യമൊക്കെ പറയണം. ലൂക്കോസ് 24 അധ്യായം കുറച്ച് ചരിത്രങ്ങൾ നൽകിച്ചു. എന്നാൽ മർക്കോസിന്റെ എഴുത്തിന്റെ ഉദ്ദേശം ഷോർട്ടായിട്ട് പറയണം, അത് സ്റ്റാൻഡേർഡായിട്ട് പറയണം. അതുകൊണ്ട് 16 അധ്യായമേ ഉള്ളൂ. പക്ഷെ 16 അധ്യായത്തിൽ കാര്യങ്ങളെല്ലാം ഉണ്ടെന്നുള്ളതാണ്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് യോഹന്നാന്റെ എഴുത്ത്. യോഹന്നാൻ എഴുതിയിരിക്കുന്നത് ദൈവസഭയെ ഉദ്ദേശിച്ചെഴുതി. ദൈവസഭയ്ക്ക് പ്രധാനമായിട്ട് വില കൽപ്പിക്കുന്നത് ചരിത്രത്തിനല്ല. ചരിത്രം തെറ്റാന്നല്ല, ചരിത്രം നല്ലതാ, ചരിത്രം പഠിക്കണം. എന്നാൽ നമ്മൾ കൂടുതൽ പ്രാധാന്യം ചരിത്രത്തിനല്ല കൊടുക്കുന്നത്. 2, പാരമ്പര്യത്തിനുമല്ല പ്രാധാന്യം കൊടുക്കുന്നത്. 3, വലിയ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ആ നിലയിലല്ല നമ്മൾ ദൈവസഭ പ്രാധാന്യം കൊടുക്കുന്നത് ദൈവത്തിന്റെ വചനത്തിനാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ എഴുത്തിന്റെ തുടക്കം നിങ്ങൾക്കറിയാം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. ഇന്ന് രാത്രിയിൽ കൂടപ്പെട്ട ദൈവമക്കളോട് ഒരു കാര്യം ഓർപ്പിക്കട്ടെ, നമ്മുടെ ആമേൻ സ്തോത്രം അടിസ്ഥാനവും നമ്മൾ പ്രാധാന്യം കൽപ്പിക്കുന്നത് ദൈവത്തിന്റെ വചനത്തിനാണ്. ഈ വചനത്തിന് ശക്തിയുണ്ട്. ഇന്നും നാളെയും ഇവിടെ ആമേൻ അത് ആ സംസാരിക്കുന്ന വചനം അനേകരുടെ വിടുതലിന് ഉതകണം. ഈ വചനം അതിവേഗത്തിൽ ഓടുന്ന വചനമാ. ഈ വചനം അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന വചനമാ. ഇത് ഉലകിലിരുക്കി ശുദ്ധ ചെയ്ത തിരുവചനമാ. ഈ വചനത്തിനകത്ത് കീടമോ കേടോ യാതൊരു കെടുതിയോ ഇല്ലാത്ത തിരുവചനമാ. ഇത് നിർമ്മല വചനമാണ്. മാത്രമല്ല ഇത് കാലിന് ദീപമാണ്, ഇത് പാതയ്ക്ക് പ്രകാശമായ വചനമാണ്. മാത്രമല്ല ഈ വചനം തേനിലും തേൻകട്ടകിലും മധുരമുള്ള വചനമാ. മാത്രമല്ല ഈ വചനം അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന തിരുവചനമാണ്. ഈ വചനം എബ്രായർ 4:12 നിങ്ങൾക്കെല്ലാം മനഃപാഠമാണ്. ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തലകുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും ആത്മാവിനെയും പ്രാണനെയും സന്ധിമറ്റകള് വേർപിടിപ്പിക്കുമെന്നെ തുളച്ചു ചെല്ലുന്ന ദൈവത്തിന്റെ വചനമാ. മാത്രമല്ല യിരെമ്യാവിൽ നമ്മൾ വായിക്കുന്നത് യഹോവയുടെ വചനം തീ പോലെയും ഇത് പാറയെ തകർക്കുന്ന ചുറ്റികയാ. ഇന്ന് രാത്രി ഈ വചനം ഇവിടെ ആമനതെ പറയുമ്പോൾ ഈ വചനം കടന്നു ചെന്ന് ക്രിയ ചെയ്തുകൊണ്ടിരിക്കും. അതിവേഗത്തിലോടുന്ന വചനം. യെശയ്യാ പ്രവചനത്തിൽ വായിക്കുന്നത് എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം വെറുതെ എൻ്റെ അടുക്ക വരത്തില്ല, ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കും, ഇഷ്ടമുള്ളതെല്ലാം നിവർത്തിക്കും. ഇന്ന് രാത്രി രോഗപീഠകൾ വലഞ്ഞു വന്ന ആരേലും ഉണ്ടെങ്കിൽ ഈ വചനം കടന്നു വന്ന് നിന്നെ സൗഖ്യമാക്കും. മനോവേദനയോടെ നിരാശയോടെ ഭാരത്തോടെ ആരെങ്കിലും ഇന്ന് രാത്രി വന്നിട്ടുണ്ടെങ്കിൽ അവരെ സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ വചനം, അതിവേഗത്തിൽ ഓടുന്ന ദൈവവചനം, നിന്നെ സൗഖ്യമാക്കുന്ന വചനം, നിന്നെ രക്ഷിക്കുന്ന വചനം, നിന്നെ ഉദ്ധരിക്കുന്ന വചനം, നിനക്ക്
സമാധാനം തരുന്ന വചനം, നിന്നെ ആമേനെ അനുഗ്രഹിക്കുന്ന വചനം. ഇന്ന് രാത്രി ഈ വചനത്തിന്റെ ശക്തി ഇവിടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ മഹത്വം. നിങ്ങൾക്ക് ഒരു സ്തോത്രമൊക്കെ പറയുന്നത് കൊണ്ട് വലിയ കുഴപ്പമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞിട്ടൊന്നും പറയണ്ട, ഇനിയിപ്പം ഇങ്ങനെ തന്നെ ഇരിക്കെ. ദൈവത്തിന്റെ മഹത്വം. അപ്പൊ അതുകൊണ്ട് വചനം കേൾക്കുമ്പോൾ ആ വചനത്തോടൊന്ന് അനുകൂലിക്കുന്നത് നല്ലതാ. മസിൽ പിടിച്ച് ഒക്കെ ഇരിക്കരുത്, അത് അത്ര നല്ലതല്ല. ദൈവത്തിന്റെ മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, ഈ വചനം അതിവേഗത്തിൽ ഓടുന്ന വചനമാണ്. നമ്മുടെ കർത്താവ് ഒരിക്കൽ പറഞ്ഞു, ഇപ്പോൾ സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാ. ഈ വചനം ശുദ്ധീകരിക്കുന്ന വചനമാണ്. 107-ാം സങ്കീർത്തനം 20-ാം വാക്യത്തിൽ വായിക്കുന്നത്, അവനവന്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി അവരുടെ കുടിയിൽ നിന്ന് അവനവരെ കയറ്റി. ഇന്ന് രാത്രി നിന്നെ കുടിയിൽ നിന്ന് കയറ്റുന്ന വചനം, നിന്നെ സൗഖ്യമാക്കുന്ന വചനം, നമ്മെ രക്ഷിക്കുന്ന വചനം, നമ്മെ ഉദ്ധരിക്കുന്ന വചനം, നമ്മെ വിടുവിക്കുന്ന വചനം, നമ്മെ ഉയർത്തുന്ന വചനം, നമ്മെ സൗഖ്യമാക്കുന്ന വചനം. ആ വചനത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യോഹന്നാൻ എഴുതിയിരിക്കുന്നത് ദൈവസഭയെ ഉദ്ദേശിച്ച, ദൈവസഭയ്ക്ക് വചനത്തിനാ പ്രാധാന്യം. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ പറഞ്ഞത്, ഏത് വിഷയം പറഞ്ഞാലും ഏത് കാര്യങ്ങൾ ചിന്തിച്ചാലും അത് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ കൈകാര്യം ചെയ്യാൻ. അപ്പോൾ യോഹന്നാന്റെ എഴുത്തിന്റെ ഉദ്ദേശം ദൈവസഭയെ ഉദ്ദേശിച്ച ആട്ടെ. ഇനി യോഹന്നാന്റെ സുവിശേഷത്തിന്റെ പ്രത്യേകത ഓർപ്പിച്ചല്ലോ. യേശുക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുക. യേശുക്രിസ്തു ഏകദൈവം, യേശുക്രിസ്തു സത്യദൈവം, യേശുക്രിസ്തു നിത്യദൈവം, യേശുക്രിസ്തു സാക്ഷാൽ ദൈവം, യേശുക്രിസ്തു ജീവനുള്ള ദൈവം. ദൈവത്തിന്റെ മഹത്വം. ഞാൻ പറയാറുണ്ട്, ക്രിസ്തുവേശുവിന്റെ ദൈവത്വത്തിന്റെ വിശേഷത അടുത്ത കാലത്ത് മുളച്ച് കിളിച്ച് പൊങ്ങി വന്ന പുത്തൻ ദൈവമല്ല ക്രിസ്തു. അവിടുന്ന് നിത്യനായ ദൈവമാണ്. ദൈവത്തിന്റെ മഹത്വം. എന്തുവാ ദൈവത്തിന്റെ പൂർവാസ്തിത്വം, കർത്താവിന്റെ ആമേൻ പഴക്കം 50 വർഷമോ 100 വർഷമോ 1000 വർഷമോ 10,000 വർഷമോ അല്ല ദൈവത്തിന് പഴക്കം. ആമേൻ. അവിടുന്ന് ആമേൻ ദൈവത്തിന്റെ പഴക്കത്തെ പറ്റി, ആ പൂർവാസ്തിത്വത്തെ പറ്റി സങ്കീർത്തനത്തിലൊരു വാക്യമുണ്ട്, നമുക്കെല്ലാം മനപാഠമാ. ഇസ്രായേലിന്റെ പ്രഥമ മഹാപുരോഹിതനാകുന്ന അഗരോന്റെ നിര്യാണത്തിൽ ഇസ്രായേലിലെ പ്രഥമ ആ പുരോഹിതൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അനുജനാകുന്ന പഴയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്ന മോശ വിലപിച്ചും ഭാരപ്പെട്ട് നിൽക്കുന്ന ഇസ്രായേൽ മക്കളെ ആശ്വസിപ്പിക്കുന്ന വിധത്തിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണല്ലോ 90-ാം സങ്കീർത്തനം. ആ 90-ാം സങ്കീർത്തനത്തിന്റെ പ്രാരംഭവാക്യം നമുക്കെല്ലാം മനപാഠമാ. മിക്കവാറും ശവസംസ്കാരം നടക്കുന്ന വീടുകളിൽ ഈ വാക്യങ്ങൾ ഉരുവിടുകയും വായിക്കുകയും അതിനെ അടിസ്ഥാനമാക്കി ദൈവദാസന്മാർ സംസാരിക്കും. അപ്പോൾ നിങ്ങൾക്കെല്ലാം മനപാഠമായ വാക്യമാ. ആ പ്രാർത്ഥനയുടെ പ്രാരംഭ ഭാഗം ഇങ്ങനെ, കർത്താവേ നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കും, പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുൻപ് നീ അനാദിയായും ശാശ്വതമായും ഞങ്ങളുടെ ദൈവമാണ് എന്ന് പറഞ്ഞാൽ, അടുത്ത കാലത്ത് മുളച്ച് കിളിച്ച് പൊങ്ങി വന്ന പുത്തൻ ദൈവമല്ല ക്രിസ്തു. അവിടുന്ന് നിത്യനായ ദൈവമാണ്. അതാണ് ഈ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും ആമേൻ സ്തോത്രം നിർമ്മിച്ചതിന് മുമ്പ്, ഈ പർവ്വതങ്ങൾ ഉണ്ടായതിനൊക്കെ മുമ്പ് ഉള്ളവനാണ് ദൈവം. ദൈവത്തിന്റെ മഹത്വം. സൈമൺ സാറ് വേദവിഹാരത്തിന്റെ പ്രഥമ ഭാഗത്ത് കൊടുത്തിരിക്കുന്ന 1-2 പ്രയോഗമുണ്ട്. മിക്കയിടങ്ങളിലും സമയവും സന്ദർഭവും ലഭിക്കുമ്പോൾ ചൊല്ലാറുണ്ട്. അറിവുള്ളവർ ചിലപ്പോൾ ഇതിനകത്ത് കാണും. അതിൻ്റെ പ്രഥമ ഭാഗത്ത് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്: യാതൊരു കാലത്തെയാണ് ആദിയായി നിർദ്ദേശിപ്പതിൻ ആയതിനറുതിയില്ലാതുള്ള യുഗം മുമ്പും ഭീതരൂപനായി വിമലാപനായി നിന്ന മഹാനീതി നീ രതിയ ഞാൻ ആദരാൽ വന്ദിക്കുന്നേൻ. അപ്പോൾ അവിടെ വായിക്കുന്ന കൊടുത്തിരിക്കുന്ന പ്രയോഗം, യാതൊരു കാലത്തെയാണതിയായി നിർദ്ദേശിപ്പതിൻ ആയതിനറുതിയില്ലാതുള്ള യുഗം മുമ്പും ഭീതരൂപനായി വിമലാപനായി നിന്ന മഹാനീതി നീരതിയ ഞാൻ ആദരാൽ വന്ദിക്കുന്നേൻ. അപ്പൊ യാതൊരു കാലത്തെയാണ് ആദിയായി നിർദ്ദേശിപ്പതിന് അതിനും അറുതിയില്ലാതുള്ള യുഗം മുമ്പുള്ളവനാ ദൈവം. നിങ്ങൾക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദി ഒരാരംഭമുണ്ട്. അപ്പൊ സാറ് കൊടുത്തിരിക്കുന്ന പ്രയോഗം ഏതോ ഒരു കാലത്തെയാണോ ആദി എന്ന് വിവക്ഷിക്കുന്നത് അതിനും അറുതിയില്ലാതുള്ള യുഗം മുമ്പുള്ളവനാ ദൈവം.
അപ്പോൾ ഞാനും നിങ്ങളും സേവിക്കുന്ന ദൈവം ആമൻ സ്തോത്രം അനാദിയായും ശാശ്വതമായുമുള്ള ദൈവമാണ്. അടുത്ത കാലത്ത് ആമൻ പൊന്തി വന്ന ദൈവമല്ല, അവിടുന്ന് നിത്യനായ ദൈവമാണ്. ഇന്ന് രാത്രി ആ കർത്താവിൻ്റെ മഹനീയ സാന്നിധ്യം ഇവിടെ ഉള്ളതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതേ സമയത്തെ ഭയപ്പെടുന്ന മുൻപോട്ട് പോകാം. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ദൈവത്വമാണ് യോഹന്നാൻ തെളിയിക്കുന്നത്. ഓരോ അധ്യായത്തിലും യേശുവിന്റെ മഹത്വം, ശ്രേഷ്ഠത, അവിടുത്തെ അത്ഭുതങ്ങളുടെ ദൈവമായി പരിലസിക്കുന്നു. അത് യോഹന്നാൻ തെളിയിക്കുന്നു. വേദപുസ്തകം പഠിക്കുന്ന നിങ്ങൾക്കറിയാം, യോഹന്നാന്റെ സുവിശേഷത്തിന് ധാരാളം വിശേഷതയുണ്ട്. മറ്റ് 3 സുവിശേഷകന്മാരും പറയാത്ത ചില കാര്യങ്ങൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ കൂടിയാ ഞാൻ നിങ്ങളും മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ യോഹന്നാൻ പറയാത്ത ചില കാര്യങ്ങൾ മറ്റു 3 പേരും പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണം, യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി. അവിടുന്ന് കന്യാസൂനുമായി ജനിച്ചു. മറിയയ്ക്ക് ദൂതൻ പ്രത്യക്ഷപ്പെട്ടത്, ഇവര് യാത്ര ചെയ്തത്, യേശു കർത്താവിന് മറിയം പ്രസവിച്ചത്, അനന്തരമുള്ള സംഭവങ്ങളൊന്നും യോഹന്നാന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ മറ്റു 3 പേരും ആ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അവര് 3 പേരും രേഖപ്പെടുത്താത്ത കാര്യം യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുക്രിസ്തു 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച കാര്യം യോഹന്നാന്റെ സുവിശേഷത്തിലില്ല, മറ്റ് 3 സുവിശേഷത്തിലും ഉണ്ട്. എന്നാൽ മറ്റ് 3 സുവിശേഷകന്മാർ പറയാത്ത, വെളിപ്പെടുത്താത്ത ചില കാര്യം യോഹന്നാന്റെ സുവിശേഷത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉദാഹരണത്തിന്, കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ ക്രിസ്തു വീഞ്ഞാക്കി. ഈ കാര്യം മറ്റ് 3 പേരും രേഖപ്പെടുത്തിയിട്ടില്ല. അത് യോഹന്നാന്റെ സുവിശേഷത്തിലാണ് നമ്മൾ പഠിക്കുന്നത്. അതുപോലെ തന്നെ രാത്രിയിൽ വന്ന നിക്കോദോമസ് യേശുവിൻ്റെ അടുക്കൽ വന്ന സംഭവം മറ്റ് 3 പേരും അത് വിസ്തരിച്ചിട്ടില്ല. യോഹന്നാന്റെ സുവിശേഷത്തിലാണ് നാം അത് പഠിക്കുന്നത്. അതുപോലെ തന്നെ ശമരിയാക്കാരി സ്ത്രീയുമായി യേശു സംഭാഷിക്കുന്ന ആ സംഭാഷണ പരമ്പര സംഭവം മറ്റ് 3 പേരും വെളിപ്പെടുത്തിയിട്ടില്ല. അത് യോഹന്നാന്റെ സുവിശേഷത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ പിറവിയിലെ കുരുടനെ യേശു സൗഖ്യമാക്കി. മറ്റ് 3 പേരും കുരുടന്മാരുടെ സൗഖ്യമൊക്കെ പറയുന്നെങ്കിലും പിറവിയിലെ കുരുടനെ സൗഖ്യമാക്കിയതും അതിനോട് ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങളും സംഭവങ്ങളും യോഹന്നാന്റെ സുവിശേഷത്തിലാണ് നമ്മൾ മനസ്സിലാക്കി പഠിക്കുന്നത്. നിങ്ങൾക്കറിയാം, അതുപോലെ ബഥാനിയിലെ ലാസർ മരിച്ചു, 4 ദിവസമായി നാറ്റം വെച്ചു, ലാസറിനെ യേശു ഉയർപ്പിച്ചു. ഈ വിഷയം മറ്റ് 3 പേരും വെളിപ്പെടുത്തിയിട്ടില്ല. അത് യോഹന്നാന്റെ സുവിശേഷത്തിൽ കൂടിയാ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ധാരാളം കാര്യങ്ങൾ. പെരുത്ത മീൻകൂട്ടം മലയിലകപ്പെട്ടത്, മറ്റ് 3 പേരും മീൻപിടുത്തമൊക്കെ പറഞ്ഞെങ്കിലും പെരുത്ത മീൻകൂട്ടം മലയിലകപ്പെട്ട കാര്യം യോഹന്നാന്റെ സുവിശേഷത്തിൽ കൂടിയാണ് നമ്മൾ ഗ്രഹിക്കുന്നത്. തന്നെയല്ല, യോഹന്നാന്റെ സുവിശേഷത്തിന്റെ വേറൊരു പ്രത്യേകത, ധാരാളം വ്യക്തികളുടെ പേര് യോഹന്നാന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ പ്രധാനപ്പെട്ട ആൾക്കാരും അപ്രധാനമായുള്ള ആൾക്കാരുടെയൊക്കെ പേരുകൾ യോഹന്നാൻ രേഖപ്പെടുത്തി. പക്ഷേ യോഹന്നാന്റെ പേര് ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടില്ല. ദൈവത്തിന് മഹത്വം. എന്നാൽ ഒരു വ്യക്തി ഇത് കണ്ടതുപോലെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ യോഹന്നാൻ ഇതെല്ലാം കണ്ടയാളാണ്. കാരണം മറ്റ് സുവിശേഷകന്മാര് പലരും ഇത് കൂടെ നടന്ന് പലതും കണ്ടില്ല. എന്നാൽ യോഹന്നാൻ യേശുവിൻ്റെ കൂടെ നടന്ന് ഇതെല്ലാം കണ്ടു. അതുകൊണ്ട് ഞങ്ങൾ എന്നുള്ള ചില പ്രയോഗങ്ങളുണ്ട്. ദൈവത്തിന് മഹത്വം. കണ്ടു. ഇങ്ങനെ യോഹന്നാന്റെ സുവിശേഷത്തിന് ഒത്തിരി വിശേഷതകളുണ്ട്. അത് ആ ഭാഗത്തേക്കെല്ലാം പോകുന്നില്ല. ഓരോ അധ്യായത്തിലും ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുകയാണ്. 1-ാം അധ്യായത്തിൽ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാടായ ക്രിസ്തുവിനെ കാണുന്നു. 2-ാം അധ്യായത്തിൽ കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ ദൈവമായി യേശുവിനെ കാണുന്നു. 3-ാം അധ്യായത്തിൽ മനുഷ്യവർഗത്തിന് നിത്യജീവൻ കൊടുക്കുന്ന നിത്യജീവന്റെ ദൈവമായ യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കുന്നു. 4-ാം അധ്യായത്തിൽ ആത്മാവാകുന്ന ദൈവം, അതൊന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ പാരമ്പര്യത്തിന്റെ മതിൽക്കെട്ടുകളെല്ലാം തച്ചുടച്ച് യേശു ക്രിസ്തു ആ പാരമ്പര്യത്തെ പൊട്ടിച്ച്, എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാഷയിൽ പറഞ്ഞ അയിത്തോച്ചാടനം നടത്തി യേശു
ആമേൻ പരിലസിക്കുന്നതായിട്ട് 4-ാം അധ്യായത്തിൽ കാണുന്നു. 5-ാം അധ്യായത്തിൽ സകല ദീനങ്ങളും വ്യാധികളും പൊറുപ്പിക്കുന്ന അത്ഭുതങ്ങളുടെ ദൈവമായിട്ട് യേശു നിൽക്കുകയാണ്. സകല ദീനങ്ങൾക്കും സകല വ്യാധികൾക്കും സകല രോഗങ്ങൾക്കും സൗഖ്യം വരുത്തുവാൻ പൊറുതി വരുത്തുവാൻ കഴിവുള്ളവനാണ് നസറായനാകുന്ന യേശു ക്രിസ്തു. അത് ക്യാൻസർ ആയിക്കോട്ടെ, ബ്രെയിൻ ട്യൂമർ ആയിക്കോട്ടെ, ഹാർട്ട് അറ്റാക്ക് ആകട്ടെ, കിഡ്നി സംബന്ധമാകട്ടെ, ഷുഗർ കൂടിയാലോ, അങ്ങനെയൊക്കെ ഒത്തിരി രോഗപീഠകളുണ്ടല്ലോ. എല്ലാം ഒന്നും പറയാൻ ഞാൻ ആളല്ല. ഏത് രോഗമാണെങ്കിലും തിരുവചനം അങ്ങനെ പഠിപ്പിക്കുന്നത്, യഹോവ നിന്റെ അകൃത്യമൊക്കെ മോചിക്കും, നിന്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കും. ഇന്ന് രാത്രി തീരാവ്യാധികളിൽ രോഗപീഠകളിൽ വലയുന്ന ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, അടുത്തിരുന്ന് കേൾക്കുന്നെങ്കിൽ, ദൂരത്തിരുന്ന് ശ്രദ്ധിക്കുന്നെങ്കിൽ, ഓൺലൈനിൽ ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ, ഇന്ന് രാത്രി അതിവേഗത്തിലോടുന്ന ദൈവത്തിന്റെ വചനം നിന്റെ രോഗമുള്ള ഭാഗത്ത് ക്രിയ ചെയ്ത് ഇന്ന് രാത്രി സൗഖ്യം തരുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. യഹോവ നിന്റെ അകൃത്യമൊക്കെ മോചിക്കും, നിന്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കും. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ, അവിടുത്തെ അടിപ്പണരാൽ നിനക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. മിശ്രീയർക്ക് വരുത്തൊരു വ്യാധികളെ ഞാൻ നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. അത്യുഷ്ണം, വരൾച്ച, വെൺകതിര്, വിഷമഞ്ഞ്, ബാധകൾ ഇതൊന്നും മേശാതെ നിന്നെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. വിശുദ്ധ തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ആമേൻ, പ്രൈസ് ദി ലോർഡ്. അവൻ എന്നോട് പറ്റിയിരിക്കുക, ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. ഇന്ന് രാത്രി കൂടപ്പെട്ട ദൈവമക്കളോട് പറയട്ടെ, ഏതെങ്കിലും രോഗപീഠകൾ ആരെങ്കിലും വലയുന്നെങ്കിൽ ഇന്ന് രാത്രി യേശു നിന്നെ സൗഖ്യമാക്കും. സൗഖ്യമാക്കുവാൻ മതിയായവനാണ് യേശു ക്രിസ്തു. 5-ാം അധ്യായത്തിൽ സകല ദീനങ്ങളും വ്യാധികളും പൊറുപ്പിക്കുവാൻ കഴിവുള്ള അത്ഭുതങ്ങളുടെ ദൈവം. 6-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവൻ ജീവന്റെ അപ്പമായി ക്രിസ്തു പരിലസിക്കുന്നു. ഈ ഭൂമിയിലെ ആഹാരമെല്ലാം കഴിക്കുന്തോറും ദീനം കൂടുക എല്ലാവർക്കും. അത് കാരണം ഇപ്പം പലരും പറഞ്ഞ് വേണ്ട എന്നാ പറയുന്നത്. പണ്ട് കിട്ടാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്, ഇപ്പം വേണ്ട. നമ്മൾ കൺവെൻഷനൊക്കെ ആണെങ്കിലും ഞങ്ങൾ ചെല്ലുമ്പം ഭക്ഷണം തരും. നിങ്ങളും ചില വീടുകളിലും കല്യാണത്തിനൊക്കെ ചെല്ലുമ്പോൾ ഭക്ഷണങ്ങൾ വിഭവസമൃദ്ധം, പക്ഷേ എല്ലാം ഒന്നും വേണ്ട. അതിന് ഇത് കഴിച്ചാൽ പിന്നെ പ്രയാസമാണെന്നാ പറയുന്നത്. അപ്പം ഇവിടുത്തെ ആഹാരമെല്ലാം കഴിച്ച് ദീനം കൂടുകയും ആശുപത്രി കയറി ഇറങ്ങുകയും ചെയ്യുമ്പോൾ 6-ാം അധ്യായം ജീവന്റെ അപ്പമായി ഒരുവൻ ഇറങ്ങി വന്നിരിക്കുന്നു. ആ അപ്പം തിന്നുന്നവൻ, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കുമെന്ന സമൃദ്ധിയായ ജീവൻ നിനക്ക് ലഭിക്കും. അതാണ് 6-ാം അധ്യായത്തിൽ ജീവന്റെ അപ്പം. 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവൻ ആത്മ നിറവിനെ കൊടുക്കുന്ന ദൈവമാണ് യേശു ക്രിസ്തു. എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന. ഇന്ന് രാത്രി ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന ആത്മാവാകുന്ന ദൈവം. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സാക്ഷാൽ വെളിച്ചമായ ദൈവം. ഇരുള് മൂടിയ ലോകത്തിൽ, അന്ധകാര നിബിഡമായ ലോകത്തിൽ മനുഷ്യൻ വെട്ടം തേടി വെളിച്ചം തേടി വെട്ടവുമായിട്ട് നെട്ടോട്ടം ഓടുമ്പോൾ യേശു പറയുക, നിങ്ങൾ വെട്ടവും വിളക്കുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണ്ട. ഞാനാണ് ലോകത്തിന്റെ വെളിച്ചം. ഇരുള് മൂടിയ ലോകത്തിൽ, അന്ധകാര നിബിഡമായ ലോകത്തിൽ മനുഷ്യൻ അന്ധകാരത്തിന്റെ ചെളിക്കുടിയിൽ വീണു മുരുണ്ടും വേച്ചും വിറച്ചും കിടക്കുമ്പോൾ യേശു പറയുകയാണ്, ഞാനാണ് ലോകത്തിന്റെ വെളിച്ചം. ഇന്ന് രാത്രി ആ വെളിച്ചമാകുന്ന യേശു നിന്റെ ജീവിതത്തിൽ വന്നാൽ ജീവിതത്തിന്റെ അന്ധകാരം മാറും. യേശു നിന്റെ കുടുംബത്തിൽ വന്നാൽ നിന്റെ കുടുംബത്തിന്റെ അന്ധകാരം മാറും. യേശുവിനെ ദേശത്ത് ഉയർത്തിയാൽ ദേശത്തിന്റെ അന്ധകാരം മാറും. മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ ഇന്ന് രാത്രി മനുഷ്യപുത്രനെ ഉയർത്തുമ്പോൾ ദേശത്തിന്റെ അന്ധകാര ശക്തികളെ മാറ്റുവാൻ കഴിവുള്ള ദൈവശക്തി ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കും. അനുഭവിക്കുന്ന വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് മഹത്വം കരേറ്റി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ലോകത്തിന്റെ വെളിച്ചമാകുന്ന യേശു. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാ ഉള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാ ഉള്ളിലാകുമ്പോൾ വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാ ഉള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാ ഉള്ളിലാകുമ്പോൾ ലോകത്തിൽ ഞാൻ ചേർന്നു നിൽക്കാതെ, ഓ മായയായ ലോകത്തിൽ ഞാൻ ചേർന്നു നിൽക്കാതെ, എന്റെ രക്ഷകനാമേശുവിൽ ഞാൻ ആശ്രയിച്ചിടും. എന്റെ രക്ഷകനാമേശുവിൽ ഞാൻ ആശ്രയിച്ചിടും. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. വെളിച്ച
വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ഓ ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോ, ആമേൻ, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോ. ഇന്ന് രാത്രി ഈ വ്യക്തിപരമായ ജീവിതത്തിന്റെ അന്ധകാരം, നിന്റെ കുടുംബത്തിന്റെ അന്ധകാരം, ദേശത്തിന്റെ അന്ധകാരം, രാഷ്ട്രങ്ങളുടെ അന്ധകാരം മാറുവാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, വെളിച്ചമാകുന്ന യേശുവിനെ ഉയർത്തുക. ദൈവത്തിന് മഹത്വം. ഇടയ്ക്ക് കയറി പറയാം, സുവിശേഷം വന്നതാണ് ജനത്തിന്റെ മട്ടും രീതിയെല്ലാം മാറ്റിയത്. പണ്ട് കാലത്ത് എല്ലാവർക്കും റോഡിൽ കൂടെ നടക്കാനൊന്നും ഒക്കത്തില്ല. അത് ഈ സ്ഥലത്തും ഏത് സ്ഥലത്തും എല്ലാവരും റോഡിൽ കൂടെ നടന്ന പ്രശ്നമാണ്, അയിത്തമുള്ള കാലമാണ്. ഇപ്പം മനുഷ്യന് അറിവും വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ആയി, അതുകൊണ്ട് അതൊന്നും വില പോകുകയല്ല. എല്ലാവർക്കും റോഡിൽ കൂടെ നടക്കാൻ ഒക്കത്തില്ല. എൻ്റെ ഭാഷ പറഞ്ഞാൽ പട്ടിക്കും പന്നിക്കും വഴി കൂടെ നടക്കാൻ, മനുഷ്യന് നടക്കാൻ മേല. പട്ടി നടന്നാൽ ആരും ഒന്നും പറയത്തില്ല, പക്ഷേ മനുഷ്യൻ നടന്ന പ്രശ്നമാണ് അന്ന്. എന്നാൽ അതിനെ മാറ്റം വരുത്തുവാൻ മുഖാന്തരമായത് സുവിശേഷമാണ്. നിങ്ങൾ ചരിത്രം പഠിച്ച് പുറകോട്ട് ചെന്നാൽ വന്ന് നിൽക്കുന്ന സ്ഥലം അതാ. അടിമ കച്ചവടമുള്ള കാലം ഉണ്ടായിരുന്നു, അടിമ ചന്തകളുണ്ടായിരുന്നു. മനുഷ്യനെ അടിമകളായിട്ട് വിൽക്കുക, അടിമച്ചന്ത. ആ അടിമ സമ്പ്രദായത്തിന് മാറ്റം വന്നത് സുവിശേഷം വന്നത് കൊണ്ടാണ്. ദൈവത്തിന് മഹത്വം. മാത്രമല്ല, പള്ളിക്കൂടത്തിൽ എല്ലാവർക്കും കയറി പഠിക്കാനൊക്കത്തില്ല. വിദ്യ അഭ്യസിക്കുന്നത് വിലയ്ക്ക് ഒരു കാലമുണ്ട്. അത് ഉന്നതന്മാരെന്ന് അഭിമാനിക്കുന്നവർക്ക് മാത്രം വിദ്യ അഭ്യസിക്കാം. സംസ്കൃത ഭാഷ ദേവഭാഷയാണ്. അതെല്ലാവരും ഉച്ചരിക്കരുത്, എല്ലാവരും കേൾക്കരുത്, എല്ലാവരും അത് പറയരുത്. അത് പറഞ്ഞാൽ അവനെ നാവ് പിടിച്ചെടുക്കണം, കേട്ടാൽ ചെവിക്കൊക്കെ തീയം ഉരുക്കി മേടിക്കണം. സ്കൂളിൽ കയറ്റത്തില്ല, ഒന്നിച്ചിരിക്കുകയല്ല. അയിത്തമുള്ള കാലം. അപ്പൊ ഇതിനെല്ലാം മാറ്റം വന്നതും വരുത്തിയതും സുവിശേഷം വന്നതുകൊണ്ടാണ്. ആ കാര്യങ്ങളെല്ലാം ഒന്നും ഇന്ന് പറയുന്നില്ല. ദൈവം അനുവദിച്ചാൽ നാളെ നമുക്ക് യോഗമുണ്ടല്ലോ, യുക്തമായിട്ട് സന്ദർഭോചിതമായിട്ട് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതിനെല്ലാം മുഖാന്തരം സുവിശേഷം ഉയർത്തപ്പെട്ടത് കൊണ്ടാണ്. ഞാനെപ്പോഴും പറയും, ഇതുപോലെ വെള്ളവസ്ത്രം ധരിച്ച് എല്ലാവർക്കും നടക്കാൻ ഒക്കത്തില്ല. എന്തിനാ എല്ലാവരുടെയും കാര്യം പറയുന്നത്? എൻ്റെ വല്യപ്പൻ്റെ അപ്പന് ഇതുപോലെ വെള്ളവസ്ത്രം ധരിച്ച് റോഡിൽ കൂടെ നടക്കാൻ ഒക്കുകയല്ല. ഒരു 100 കൊല്ലം മുമ്പ് മറ്റുള്ളവർക്ക് നടക്കാം, നിങ്ങൾക്കൊക്കെ നടക്കാതിരിക്കാതെ നിങ്ങൾക്കിത് പറഞ്ഞിട്ട് വലിയ പ്രയാസം വരാത്തത്. സ്തോത്രം. ഞങ്ങൾ 150 കൊല്ലം മുമ്പ് ഇത്രയൊക്കെ ധരിച്ച് നടന്നതാണെന്നാ നിങ്ങളുടെ ഇരിപ്പും പാവവും കണ്ടിട്ട്. ആയിക്കോട്ടെ. എന്നാൽ പണ്ട് ഇതൊക്കത്തില്ല. അഥവാ ഒരു അധസ്ഥിതനായ അധകൃതനായ അങ്ങനെയുള്ളവർക്ക് വെള്ളത്തുണി ധരിക്കണമെങ്കിൽ ചെളി വാരി തേക്കണം, കരി വാരി തേക്കണം, അല്ല തൂവെള്ളം എടുത്തോണ്ട് നടക്കാനൊക്കത്തില്ല. അപ്പൊ ഇതിനെല്ലാം മാറ്റം വരുത്തിയത് സുവിശേഷം വന്നത് കൊണ്ടാണ്. ആശുപത്രിയിൽ ചെന്നാൽ എല്ലാവർക്കും മരുന്ന് കൊടുക്കുകയല്ല. എല്ലാവരുടെയും അടുക്ക വന്ന് ഡോക്ടർമാർ പരിശോധിക്കത്തില്ല. അതിനൊക്കെ പ്രത്യേക സ്ഥലമുണ്ട് ഓരോ ആൾക്കാർക്കും. അതുകൊണ്ടൊക്കെ ആദര ശുശ്രൂഷ രംഗത്ത് മിഷണറിമാര് ആ കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുത്ത് ആ താഴേക്കിടയിലുള്ള ആൾക്കാരെ സഹായിപ്പാനും രക്ഷിപ്പാനും അവർക്ക് ആശ്വാസവും സമാധാനവും കണ്ടെത്തുവാൻ ആ കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കത്തില്ല. എന്തിനേറെ അങ്ങനെ വല്ലാത്ത, അതുകൊണ്ടൊക്കെ ആയിരിക്കും പ്രാന്താലയം എന്നൊക്കെ വിളിച്ചത്. ഇപ്പോഴും മിക്കതിനും ഭ്രാന്താണ്. അതെ, ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ഒക്കെ പേര് പറഞ്ഞിപ്പോൾ കടിപിടി കൂടുകയല്ലേ. ഒരു കാര്യം എന്നെ കേൾക്കുന്നവരോട് പറയാം, ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേര് പറഞ്ഞ് മനുഷ്യൻ കടിപിടി കൂടരുത്. ഈ ലോകത്തിലുള്ള മനുഷ്യരെല്ലാം ഒരു വ്യക്തിയിൽ നിന്ന് ജനിച്ചതാണ്. അങ്ങനെ ആ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. പണ്ടൊക്കെ ഇത് തരംതിരിച്ച് പഠിപ്പിച്ച് വെച്ചിരിക്കുക. ബ്രാഹ്മണോകം നരേന്ദ്രോകം ആഡ്യോഗം എന്നിങ്ങനെ കലർന്നിടുന്ന ജാന്തര്
ജന്തുക്കൾ ഭക്ഷിച്ച് കാച്ചിച്ചു പോകിലും ബന്ധു വെണ്ണീറായി ചവഞ്ഞു പോയിടിലും മണ്ണിന് കീടായി കൃമികളായി പോയിലും നന്നല്ല ദേഹം. പണ്ട് പഠിച്ചതാ അത്. സ്കൂളിൽ പിള്ളേർക്കും പഠിക്കാനുണ്ട്. ലക്ഷ്മണോപദേശം എന്ന ജ്യേഷ്ഠൻ അനുജന് ഉപദേശിച്ചു കൊടുക്കുന്ന ഭാഗം മലയാള ഭാഷയുടെ പിതാവാകുന്ന എഴുത്തച്ഛൻ അധ്യാത്മരാമായണത്തിൻ്റെ അയോധ്യാകാന്ഡത്തിലെ വിച്ഛിന്നാഭിഷേകം എന്ന് പറയുന്ന ഭാഗത്ത് വളരെ നല്ല പദപ്രയോഗങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. സ്കൂളിൽ ഞാൻ പണ്ട് പഠിച്ചതാ. വത്സാ സൗമിത്രേ കുമാര നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ, നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നത് മുന്നമേ ഞാനടോ നിന്നുള്ളിലെപ്പോഴും, എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കും എന്നുള്ളതും നിന്നാൽ അസാധ്യമായി ഇല്ലൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിത് കേൾക്ക നീ. ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷ ധാന്യ ധനാദിയും ഇതെല്ലാം സ്വപ്നം കാണുന്നത് പോലെ. താഴോട്ട് ഒത്തിരിയുണ്ട്. ഭോഗങ്ങളോരോ ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമാം ആയുസുമോർക്ക നീ. വക്കിനി സന്തപ്ത ലോകസ്താമ്പു ബിന്ദുനാ സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാഹിനാപരിഗ്രസ്തമാം ലോകവും ആലോലചേതസാ ഭോഗങ്ങൾ തേടുന്നു. അപ്പോൾ ഈ കാണുന്നതെല്ലാം ക്ഷണഭംഗുരമായ ജീവിതമാണ്. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലൊരു ശ്വാസം. മനുഷ്യരൊക്കെയും വെറും നെടിലായി നടക്കുന്നു നിശ്ചയം. മനുഷ്യന്റെ ആയുസ് 4 വിരൽ നീളം. ചാഞ്ഞു പോകുന്ന നെടല് പോലെ, പുരപ്പുറത്തെ പുല്ല് പോലെ, നിലത്തൊടിക്കുന്ന വെള്ളം പോലെ. സങ്കീർത്തനക്കാരൻ പാടുക, ഞങ്ങളുടെ ആയുസ് എത്ര എന്നതിനെ ഞങ്ങളെ അറിയിക്കണം. മനുഷ്യായുസ് ക്ഷണികമാണ്. വെള്ളത്തിലെ കുമിള പോലെന്ന CS-ന്റെ പാട്ടിനകത്തൊരു വരി, വെള്ളത്തിൻ കുമിള പോലെ. ചുട്ടുപടിപ്പിച്ച ഇരുമ്പിന്റെ പുറത്ത് ഒരു തുള്ളി വെള്ളം അമ്പു ബിന്ദുന, ആ വെള്ളം വീണാൽ ഷൂന്നൊരു ശബ്ദം കേൾക്കാൻ വെള്ളം കാണുകയില്ല. ഇതുപോലെ മനുഷ്യ ജീവിതം. ഞാനും നിങ്ങൾ ഒരു ദിവസം മരിക്കും. മനുഷ്യ ജീവിതം ക്ഷണഭംഗുരമാണ്. ഇങ്ങനെ ക്ഷണികരായ മനുഷ്യരെ, ആ മനുഷ്യൻ ഒരു വ്യക്തിയിൽ നിന്ന് ജനിച്ചത്. വിശുദ്ധ തിരുവെടുത്ത് അങ്ങനെ പഠിപ്പിക്കുന്നത്. അല്ലാതെ പല ഭാഗത്തു നിന്ന് പല രീതിയിൽ വന്നെന്നല്ല, ഒരാളിൽ നിന്ന് ജനിച്ചതാണ്. അങ്ങനെയാ വേറെ പുസ്തകം പഠിപ്പിക്കുന്നത്. പുസ്തകത്തിൽ ഇങ്ങനെ വാക്യം നിങ്ങൾക്കറിയാം. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അറിവിനാ. ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കി. സകല മനുഷ്യവർഗവും ഒരു വ്യക്തിയിൽ നിന്ന് അവൻ ജന്മം കൊണ്ടവരാ. ദൈവത്തിന്റെ സൃഷ്ടിയാണ്. 5 ദിവസം കൊണ്ട് ഭൂചര കേചര വസ്തുക്കളെ മുഴുവൻ ദൈവം സൃഷ്ടിച്ച് തദനന്തരം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള വേഗിയായി. ഒരു വ്യക്തിയിൽ നിന്നാണ് സകല മനുഷ്യരും. മനുഷ്യരായി തരംതിരിവും ജാതി സ്പർദ്ധയൊക്കെ വളർത്തിയത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരോട് പറയാം, മതത്തിന്റെ പേര് പറഞ്ഞ്, ജാതിയുടെ പേര് പറഞ്ഞ്, വർഗത്തിന്റെ പേര് പറഞ്ഞ്, പണത്തിന്റെ പേര് പറഞ്ഞ് കടിപിടിയും അടിപിടിയും കൂടരുത്. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണണം. ഇന്നും നാളെയും ഈ കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. മനുഷ്യനായിട്ട് കാണണം, മനുഷ്യനെ ബഹുമാനിക്കണം, മനുഷ്യനെ ആദരിക്കണം, മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠരെന്നെണ്ണണം. ഇതാ യേശു പഠിപ്പിച്ചത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവൻ്റെ പടലി വെട്ടിക്കൊണ്ട് വാ, ഞാൻ നിന്നിൽ പ്രസാദിക്കുമെന്നല്ല യേശു പറഞ്ഞത്. കൂടെയുള്ളൊരുത്തനും തന്നെ പിടിക്കാൻ വന്നപ്പോൾ വാളെടുത്ത് വെട്ടിയപ്പോൾ യേശു അവനെ തടഞ്ഞു. വാളറോയിലിടാൻ പറഞ്ഞു. വാളെടുക്കുന്നവൻ വാളറോയിലിട്. അതാ യേശുവിൻ്റെ മാർഗം. ദൈവത്തിന് മഹത്വം. ശാസിച്ചു. ആ മൽക്കോസ് എന്ന് പറയുന്ന അവൻ്റെ കാത് അറുത്തിട്ടു. ആ യേശു ആ കാതെടുത്ത് എൻ്റെ ഭാഷയെ പറഞ്ഞ ഫിറ്റ് ചെയ്തേച്ചാ പോയത്. അവൻ ആരാ? യേശുവിനെ പിടിക്കാൻ വന്നവനാ. നമ്മുടെ നാടൻ ഭാഷ മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞ ശത്രുവാ. തന്നെ പിടിക്കാൻ വന്നവൻ്റെ പ്രധാനപ്പെട്ട ഒരുത്തനാ. അപ്പൊ പത്രോസ് വാളെടുത്ത് വെട്ടി. യേശു പറഞ്ഞു വാളറോയിലിടാൻ പറഞ്ഞു. തിരിച്ചു വെട്ടുന്ന നമ്മുടെ മാർഗമല്ല, തിരിച്ചടിക്കുന്ന നമ്മുടെ മാർഗമല്ല, തിരിച്ചു പ്രതികരിക്കുന്നത് നമ്മുടെ മാർഗമല്ല. നമ്മുടെ മാർഗം യേശു കാണിച്ചതാണ്. അതുകൊണ്ടല്ലയോ എത്രയോ സുവിശേഷകന്മാരെ ഉപദ്രവിക്കുന്നു, തിരിച്ചടിക്കുന്നില്ലല്ലോ. എത്രയോ പേരെ മർദ്ദിക്കുന്നു, തിരിച്ചടിക്കുന്നില്ലല്ലോ. എന്തെല്ലാം അനാവശ്യങ്ങളും എന്തെല്ലാം ചീത്തത്തരങ്ങളും ആമയും ദൈവദാസന്മാരെയും ദൈവമക്കളെ ആക്ഷേപിച്ച് സംസാരിക്കുന്ന പല മാധ്യമങ്ങളിൽ കൂടി ആരും തിരിച്ച് പ്രതികരിക്കത്തില്ല. കാരണം പ്രതികരിക്കുന്നത് നമ്മുടെ മാർഗമല്ല. നമ്മുടെ മാർഗം യേശു കാണിച്ചതാ. എന്തുവാ? തന്നെത്താൻ താഴ്ത്തി വായെ തുറക്കാതിരുന്നിട്ടും രോമം കത്തിരിക്കുന്നവരുടെ ഇടയിൽ മിണ്ടാതെ ഇരിക്കുന്ന കുഞ്ഞാടിനെ പോലെ. ഇന്ന് രാത്രി ആ മാർഗമാണ് നമ്മുടെ മാർഗം. അപ്പൊ തിരിച്ചടിക്കുന്ന മാർഗമല്ല. ദൈവത്തിന് മഹത്വം. അപ്പൊ യേശു തന്നെ ഉപദ്രവിക്കാൻ വന്നവൻ വേദന കൊണ്ട് പൊളയി ആ കാത് അറുത്തിട്ടു. അന്നേരം യേശു ആ കാതെടുത്ത് ശരിപ്പെടുത്തി അവൻ്റെ വേദനയെ ശമിപ്പിച്ചു. നമുക്ക് വിചാരിക്കണം മാതൃക.
സ്തോത്രം. പണ്ട് പുരാണ കഥയിൽ ഒരു ഭാഗമുണ്ട്, സ്കൂളിൽ നിങ്ങൾ പഠിച്ചതാ, ഞാനും പഠിച്ചതാ. പണ്ട് സന്ധ്യനാമം ചൊല്ലുമ്പോൾ ചൊല്ലിയിട്ടുണ്ട്, ശൂർപ്പണക തന്നുടയ കർണനാസി കാകുജം. അറിയാമല്ലോ ചരിത്രം, ആ പുരാണ കഥയാ. ശൂർപ്പണക തന്നുടയ കർണനാസി കാകുജം, അത് അറുത്ത് കളഞ്ഞു. ഇവിടെ ഇതാ തന്നെ പിടിക്കാൻ വന്ന അവന്റെ കാത് അറുത്തു. എന്നെ പിടിക്കാമെന്നാ ശരിക്ക് വേദനിച്ചോട്ടെ, മറ്റേ കാതുകൂടെ അറക്കടാന്നല്ല യേശു പറഞ്ഞത്. അന്നേരം അതെടുത്ത് വിറ്റ് ചെയ്ത് അവൻ്റെ വേദന ശമിപ്പിച്ചു. ഇതാ യേശുവിൻ്റെ മാർഗം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാനധികം ആ ഭാഗം വിസ്തരിക്കുന്നില്ല. സുവിശേഷം വന്നതുകൊണ്ടാണ് ഇത്രയും മാന്യമായിട്ട് കാര്യങ്ങൾ നടക്കുന്നത്. വിദ്യ അഭ്യസിക്കുവാനിടയായി, സ്കൂളിൽ കയറുവാനിടയായി, വൃത്തിയുള്ള വസ്ത്രം ധരിക്കാനിടയായി, അന്തസ്സായിട്ട് വഴിയിൽ കൂടെ നടക്കുവാൻ ആമൻ ഇടവന്നു. ആമൻ മാന്യമായിട്ട് ജീവിക്കുവാൻ പഠിപ്പിച്ചു. അടിമ സമ്പ്രദായം നിർത്തലാക്കാൻ ഇതാണ് മുഖാന്തരം. അങ്ങനെ എന്തെല്ലാം ആമൻ ശ്രേഷ്ഠതകളുണ്ടായി സുവിശേഷം നിമിത്തം. അപ്പോൾ ആ സുവിശേഷമാണ് ഇന്ന് നാളെയും ഇവിടെ ഉയർത്തുന്നത്. ഈ സുവിശേഷത്തിൽ ആര് വിശ്വസിക്കും അവർക്ക് രക്ഷയും സമാധാനവും ആശ്വാസവും നിത്യതയും കൈവരിക്കുമെന്ന് ഒരിക്കൽ കൂടെ ഓർപ്പിക്കുക. ദൈവത്തിൻ്റെ മഹത്വം. അപ്പോൾ ആ 8-ാം അധ്യായത്തിൽ ഇരുള് മൂടിയ ലോകത്തിൽ വെളിച്ചമായ ക്രിസ്തുവേശു, 9-ാം അധ്യായത്തിൽ പിറവിയിലെ കുരുടനെ സൗഖ്യമാക്കിയ ആമൻ ദൈവമായി ക്രിസ്തു പരിലസിക്കുന്നു. 10-ാം അധ്യായത്തിൽ നല്ല ഇടയനാകുന്ന യേശുവിനെ നമ്മൾ ദർശിക്കുന്നു. 11, 12 അധ്യായം ചേർത്ത് പഠിക്കുമ്പോൾ മുമ്പേ ഓർപ്പിച്ചല്ലോ, മരിച്ച് നാറ്റം വെച്ച് 4 ദിവസമാകുന്ന ലാസറിനെ യേശു ഉയർപ്പിച്ചു. യേശുവിന്റെ വിശേഷത മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം. 13-ാം അധ്യായത്തിൽ നമുക്കറിയാം പെസഹ എന്ന പ്രധാനപ്പെട്ട സംഭവം നടക്കുക. ശിഷ്യന്മാരും യേശുവും പെസഹ ആചരിക്കുന്നു, അത് ഭുജിക്കുന്നു. 14-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യമാ ചിന്തയ്ക്കടിസ്ഥാനമായി വായിച്ചത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ. യേശു പറയുക, എന്നിലും വിശ്വസിപ്പീൻ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇന്ന് രാത്രി ആമേൻ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാകുക. 1-2 കാര്യം കൂടെ അധ്യായത്തോട് ബന്ധപ്പെട്ട് പറയട്ടെ. എല്ലാ അധ്യായത്തിലും കയറി ഇറങ്ങി ഒന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഇന്ന് അതിന് തുനിയുന്നില്ല. എങ്കിലും 1-2 കാര്യങ്ങൾ പറയാം. 1-ാം അധ്യായത്തിൽ ആമൻ യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കൊണ്ട് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയുക, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. 2 വാക്യം വായിക്കാം. 1-ാം അധ്യായത്തിന്റെ 29-ാം വാക്യവും 1-ാം അധ്യായത്തിന്റെ 35-ാം വാക്യവും. 2 വാക്യവും നമുക്ക് പരിചിതമായ വാക്യമാണ്. എങ്കിലും കർത്താവിന്റെ ദാസൻ വായിച്ച് ഒന്ന് സഹായിച്ചാട്ടെ. പിറ്റന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. 35-ാം വാക്യം കൂടെ ചേർത്ത് വായിക്കാം. പിറ്റേന്നാൾ യോഹന്നാൻ പിന്നെയും തന്റെ ശിഷ്യന്മാരിൽ 2 പേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. ശ്രദ്ധിക്കുക, നിങ്ങൾ വചനം പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും പഠിച്ചവരുമായി ഇവിടെ ഈ ഗ്രൗണ്ടിൽ ഇരിക്കുന്നതിൽ കൂടുതൽ ആൾക്കാരും. അപ്പൊ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അപ്പോൾ തന്നെ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം ഞാൻ ഇങ്ങനെയും കൂടെ പറയാറുണ്ട്, ഈ അധ്യായം കണ്ടെത്തലുകളുടെ ഒരു അധ്യായമാണ്. കണ്ടെത്തലുകളുടെ അധ്യായം. അന്യോന്യമൊക്കെ പലരെയും കാണുന്നു. 1, യേശുവിനെ കാണുന്നു. 2, യേശു ചിലരെ കാണുന്നു. 3, യേശുവിനെ കണ്ടവർ വേറെ ചിലരെ ചെന്ന് കാണുന്നു. ഇങ്ങനെയായി 1-ാം അധ്യായം. എല്ലാം വിവരിക്കുന്നില്ല, ദൈവത്തിന് മഹത്വം. യേശു നിന്നെ കാണും, യേശു എന്നെയും നിന്നെയും എല്ലാം കാണും, നമ്മളെ എല്ലാം കാണും. അവിടുത്തെ കണ്ണിനൊന്നും മറഞ്ഞിരിക്കുന്നില്ല. അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ളവനാ അവിടുന്ന്. എന്റെ ഭാഷ പറഞ്ഞ എവിടെ ഇരുന്നാലും യേശു കാണുമെന്നുള്ളതാ. സ്തോത്രം. 1-ാം അധ്യായത്തിലുണ്ട് നഥനയേല്, ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ ഇവനിൽ കപടമില്ലെന്ന് യേശു പറഞ്ഞു. അപ്പൊ ചോദിച്ചു, എന്നെ എങ്ങനെ അറിയും? അപ്പൊ പറഞ്ഞു, നീ അത്തിയുടെ കീഴിലിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു. അപ്പോൾ അത്തിയുടെ കീഴിലിരുന്നാലും യേശു നിന്നെ കാണും. മാത്രമല്ല അത്തിയുടെ മേളിലിരുന്നാലും യേശു കാണും. നിങ്ങൾക്കറിയാം, യേശു നടന്നു വരുന്നപ്പോൾ ആളി കുറുകിയവൻ, എല്ലാവരിലും നീളം കുറവായതുകൊണ്ട് കാണാൻ ബുദ്ധിമുട്ടാ. മുന്നേ ഓടി ഒരു കാട്ടത്തിയുടെ മേളിൽ കയറിയിരുന്നു. യേശു ആ വഴി വരുമ്പം മേളിൽ ഇരുന്നൊന്ന് നോക്കാവല്ലോ എന്ന്. യേശു ആ സ്ഥലത്ത് വന്ന് മേളിലോട്ട് നോക്കി. ഇവൻ യേശുവിനെ കാണാതിരുന്നെങ്കിൽ യേശുവിനെ കണ്ട് ഇറങ്ങി വരാൻ പറഞ്ഞു.
അപ്പം അത്തിയുടെ കീഴിലിരുന്നാലും യേശു നിന്നെ കാണും, അത്തിയുടെ മേളിൽ ഇരുന്നാലും യേശു നിന്നെ കാണും. ഇനിയും അത്തിക്ക് മറഞ്ഞിരുന്നാലും യേശു കാണും. അത്തിയെന്ന് എഴുതിയിട്ടില്ലെങ്കിലും വേദപഠിതാക്കളിൽ ചിലർ പറയുന്നത് ആദി മാതാപിതാക്കളാകുന്ന ആദമും ഹവ്വയും വിലക്കപ്പെട്ട കനി ഭക്ഷിച്ച് ഒടുവിൽ നഗ്നരെ നിറഞ്ഞ് ഇവര് മറഞ്ഞിരുന്ന് അത്തിക്ക് മറഞ്ഞിരുന്നെന്നാ ചിലർ പറയുന്നത്. തർക്കമൊന്നും വേണ്ട, ഇനി അത് പറഞ്ഞ് സഭ രണ്ടാവുമൊന്നും വേണ്ട. അങ്ങനെയാണെന്നല്ലോ ഇത് രണ്ടാകാൻ ഒരു ചെറിയ വിഷയം മതി. അപ്പോൾ അത്തിയെങ്കിൽ അത്തി, ആപ്പിൾ ആന്നേ ആപ്പിൾ, എന്തേലും ആയിക്കോട്ടെ. എന്നാലും ചെല്ല് പറഞ്ഞത് അത്തിക്ക് മറഞ്ഞിരുന്നെന്ന. കാരണം അത്തിയില കൂട്ടിയാണല്ലോ അരയാട ഉണ്ടാക്കിയത്. അപ്പം അത് ഇലയെടുത്ത് ഇത് പരിവർത്തനാക്കി വെച്ച് അവിടെ തന്നെ മറഞ്ഞിരുന്നെന്ന. അപ്പം അങ്ങനെയെങ്കിൽ അത്തിയുടെ കീഴിയിരുന്നാലും യേശു നിന്നെ കാണും, അത്തിയുടെ മേളിൽ ഇരുന്നാലും യേശു നിന്നെ കാണും, അത്തിക്ക് മറഞ്ഞിരുന്നാലും യേശു നിന്നെ കാണും. ഇന്ന് രാത്രി യേശു ചിലരെ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഈ വെട്ടത്തോട്ട് വന്നിരിക്കാൻ ഒക്കുന്നില്ല, വണ്ടിക്ക് മറഞ്ഞോ വഴിയിലോ വഴിത്താരെ നിൽക്കുകയായിരിക്കും, മതി അവിടെ നിന്നോ. പക്ഷെ യേശു നിന്നെ കാണുന്നുണ്ട്, അവിടത്തേക്ക് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. അപ്പോൾ ഈ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം കണ്ടെത്തലുകളുടെ ഒരു അധ്യായം കൂടെ. ആ ഭാഗം അവിടെ നിൽക്കട്ടെ. കർത്താവിന്റെ മഹത്വം. കടന്നു പോകുന്ന യേശുവിനെ നോക്കിക്കൊണ്ട് യോഹന്നാൻ സ്നാപകൻ പറയുക, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യേശുക്രിസ്തുവിന്റെ വിശേഷത ലോകപാപം ചുമക്കുന്ന ദൈവ കുഞ്ഞാട്. യേശുക്രിസ്തുവിനെ കുഞ്ഞാടെന്നും ദൈവ കുഞ്ഞാടെന്നും അറക്കപ്പെട്ട കുഞ്ഞാടെന്നും കുരുളറക്കപ്പെട്ട കുഞ്ഞാടെന്നും യോഗ്യനായ കുഞ്ഞാടെന്നും ആമൻ വിളക്കാകുന്ന കുഞ്ഞാടെന്നും വേളുകടിക്കാൻ വരുന്ന കുഞ്ഞാടെന്നും ഒക്കെ അലങ്കാര ഭാഷയിൽ ഈ തിരുവെഴുത്തിൽ പലയിടങ്ങളിലും ക്രിസ്തുവിനെ ആമൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ പറയുക ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. നിങ്ങൾക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ ഒരു ആട്ടിൻകുട്ടിയെ നമ്മൾ ദർശിക്കുന്നുണ്ട്. വിശ്വാസികളുടെ പിതാവാകുന്ന അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്റെ മകനാകുന്ന ഇസഹാക്കിനെ ഞാൻ പറയുന്ന ഇടത്തുകൊണ്ടുപോയി ഹോമയാഗം കഴിക്കണം. ആ ഭാഗം നിങ്ങൾക്കറിയാം, വിസ്തരിക്കണ്ട. ഇസഹാക്കും അബ്രഹാമും കൂടെ ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പോകുക. അബ്രഹാം ദൂരെ വെച്ച് ആ സ്ഥലം കണ്ടു. ബാല്യക്കാരോട് പറഞ്ഞു, നിങ്ങൾ ഈ കഴുതയുമായിട്ട് ഇവിടെ ഇരിക്കണം, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിഞ്ഞ് മടങ്ങി വരാം. ഇടയ്ക്ക് കയറി പറയട്ടെ, അത് വേർപാടിനെ കാണിക്കുന്നതാണ്. ബാല്യക്കാരും കഴുതയുമായിട്ട് പോയാൽ ആരാധന ശരിയാകത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ കഴുതയുമായിട്ട് ഇവിടെ ഇരിക്കണം, ഞാനും ബാലനും അവിടെ ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം. ആരാധിക്കുന്ന ദൈവമക്കളോട് പറയാം, കർക്കശമായ വേർപാടും പാലിക്കണം. അങ്ങനെ അബ്രഹാമും തൻ്റെ മകനാകുന്ന ഇസഹാക്കും കൊണ്ട് ദൈവം പറഞ്ഞ സ്ഥലത്തെത്തി. അബ്രഹാം യാഗപീഠം അടുക്കി തൻ്റെ മകനാകുന്ന ഇസഹാക്കിനെ കയ്യും കാലും കെട്ടി യാഗപീഠത്തിൽ കിടത്തി. അബ്രഹാം തൻ്റെ മകൻ ഇസഹാക്കിനെ ആ ഹോമയാഗം അർപ്പിക്കുവാൻ കണ്ടിക്കുവാൻ വേണ്ടി കത്തിയെടുത്തപ്പോൾ സ്വർഗത്തിൽ നിന്ന് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി, അബ്രഹാമേ ബാലൻ്റെ മേൽ കൈവെക്കരുത്. സ്തോത്രം. അബ്രഹാം പുറകോട്ട് നോക്കിയപ്പോൾ ഒരാട്ടിൻകുട്ടി കൊമ്പ് കുരുക്കപ്പെട്ട് കിടക്കുന്നു. അബ്രഹാം ചെന്ന് അതിനെ പിടിച്ച് ഇസഹാക്കിന് പകരം യാഗമർപ്പിച്ചു. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ ഒരാട്ടിൻകുട്ടി അറക്കപ്പെടുന്നുണ്ട്. അത് വ്യക്തിക്ക് വേണ്ടി അറക്കപ്പെട്ട കുഞ്ഞാട്. നിങ്ങൾക്കറിയാം, പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ വീട് 1-ന് ഒരാട്ടിൻകുട്ടി. ആബീമ മാസം 1 മുതൽ മാസത്തിന്റെ ആരംഭമായിരിക്കണം. 10-ാം തീയതി ഒരാട്ടിൻകുട്ടിയെ വേർതിരിക്കണം. 1 വയസ്സ് പ്രായമുള്ളത് ഊനമില്ലാത്തതും ആണുമായിരിക്കണം. അത് കോലാടോ ചെമ്മരിയാടോ ആകാം. ആ ആട്ടിൻകുട്ടിയെ 14-ാം തീയതി സന്ധ്യാസമയത്ത് ഇറത്ത് അതിൻ്റെ രക്തം ഒരു കിണ്ണത്തിലെടുത്ത് ഈ സോപ്പ് ചെടിയുടെ കെട്ടെടുത്ത് കിണ്ണത്തി മുക്കി കട്ടിളക്കാൻ 2-ലും കുറുമ്പടിമേലും പുരട്ടണം. കാലിൽ ചെരുപ്പിട്ട് കയ്യിൽ വടിപിടിച്ച് അരമുറയ്ക്ക് കുഞ്ഞാടിനെ തികച്ചുട്ട് കയ്പുചീരിയോടുകൂടെ ഭക്ഷിക്കണം. ആമൻ. വിസ്തരിക്കണ്ട, നിങ്ങൾക്കറിയാം. അങ്ങനെ വീട് 1-ന് ഒരാട്ടിൻകുട്ടി യാഗമായി തീർന്നു, അറക്കപ്പെട്ടു. ഇത് കുടുംബങ്ങൾക്ക് വേണ്ടി അറക്കപ്പെടുന്ന കുഞ്ഞാണ്. ലേവിയ പുസ്തകം 16-ാം അധ്യായത്തിൽ 2 ആട്ടിൻകുട്ടിയെ കാണുന്നു. ഒന്ന് അസസേലിന് ചീട്ട് വീണയാട്. ആ ഒരാട്ടിൻകുട്ടിയെ മാറ്റി നിർത്തിയിട്ട് പുരോഹിതൻ തൻ്റെ 2 കൈയും ഈ ആട്ടിൻകുട്ടിയുടെ ശിരസിൽ വെച്ച് ഇസ്രായേൽ മക്കൾ ചെയ്തു കൂട്ടിയ അക്രമങ്ങളും അനീതികളും പാപങ്ങളുമല്ല ആട്ടിൻകുട്ടിയുടെ ശിരസിൽ വെച്ച് നിയമിക്കപ്പെട്ട പുരുഷന്റെ കൈവശം ആട്ടിൻകുട്ടിയെ കൊടുത്തയക്കുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. ഈ ആട്ടിൻകുട്ടിയുടെ പ്രത്യേകത, ഇസ്രായേൽ ഗോത്രങ്ങളുടെ മാത്രം പാപം വഹിച്ചുകൊണ്ട് പോകുന്ന ആട്ടിൻകുട്ടി. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുക, ഉൽപ്പത്തി 22-ാം അധ്യായത്തിൽ വ്യക്തിക്ക് വേണ്ടി ഇറക്കപ്പെടുന്ന കുഞ്ഞാട്. പുറപ്പാട് 12 കുടുംബങ്ങൾക്ക് വേണ്ടി ഇറക്കപ്പെടുന്ന കുഞ്ഞാട്. ലേവിയ പുസ്തകം 16 ഇസ്രായേൽക്കാർക്ക് വേണ്ടി മാത്രം പാപം വഹിക്കുന്ന കുഞ്ഞാട്. എന്നാൽ
യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്ന കുഞ്ഞാട് വ്യക്തിക്കും കുടുംബത്തിനും ഗോത്രങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, മുഴു ലോകത്തിൻ്റെയും പാപം ചുമക്കുന്ന ദൈവ കുഞ്ഞാട്. ഇന്ന് രാത്രി യേശു ക്രിസ്തുവിന്റെ വിശേഷത മുഴു ലോകത്തിൻ്റെയും പാപം വഹിച്ച് പരിഹരിക്കുന്നവനാ. യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്ക് നിന്നെ ശുദ്ധീകരിക്കും. നിന്റെ അകൃത്യങ്ങൾ രക്താംബരം പോലെ ഇരുന്നാലും, എത്ര കടിച്ചുമപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കുവാൻ, പഞ്ഞി പോലെ വെളുപ്പിക്കുവാൻ പര്യാപ്തമായ പുണ്യാക രക്തമാണ് യേശുവിന്റെ രക്തം. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തി. ആമേൻ. ആ നഷ്ടപ്പെടുത്തിയ ദൈവതേജസ് തിരികെ തരുവാൻ, പാപികളാകുന്ന മനുഷ്യവർഗത്തിന്റെ പാപം പരിഹരിക്കുവാൻ പാപമില്ലാത്ത പരിശുദ്ധനായ ക്രിസ്തു സ്വർഗമഹിമകൾ വെടിഞ്ഞ് ഈ താണലോകത്തിൽ ഇറങ്ങി വന്ന് കന്യാസൂനമായി ഇവിടെ ജീവിച്ച് നാടെങ്ങും നന്മ സുവിശേഷിച്ച് മരിച്ചവരെ ഉയർപ്പിച്ച് രോഗികളെ സൗഖ്യമാക്കി നാനാവ്യാധികളാലും ബാധകളാലും വലഞ്ഞവരെ സുഖമാക്കി തിരുവെടുത്ത് അവിടത്തെ പറ്റി മുന്നമേ എഴുതി വച്ചിരിക്കുന്നത് കൊണ്ട് കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൽ പൗലോസ് പറയുക, നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു തിരുവെടുത്തുകളും പ്രകാരം ആമേൻ സ്തോത്രം മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. ഇങ്ങനെ ഒന്നുകൂടെ തെളിച്ചങ്ങ് പറയാ, നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് അവിടുത്തെ പറ്റി തിരുവെടുത്തുകൾ കുറിച്ചു വെച്ചു. തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് ജനിച്ചു, തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് ജീവിച്ചു, തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് ശുശ്രൂഷിച്ചു, തിരുവെടുത്ത് പറഞ്ഞതുപോലെ കഷ്ടാനുഭവങ്ങളിൽ കൂടി കടന്നുപോയി, തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് മരിച്ചു, തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് അടക്കി, തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് ഉയർത്തു, തിരുവെടുത്ത് പറയുന്നത് പോലെ ഇന്നും അവിടെ ജീവിക്കുന്നു. ഇനി തിരുവെടുത്ത് പറയുന്നത് പോലെ അവിടുന്ന് തിരിച്ചു വരും. അതാണ് നമ്മുടെ പ്രത്യാശ. ആ കർത്താവാകുന്ന യേശു ക്രിസ്തു തിരുവെടുത്ത് പറഞ്ഞതുപോലെ ശുശ്രൂഷിച്ചു. തൻ്റെ അടുക്ക വന്ന ആരും നിരാശയോടെ പോയില്ല. വന്ന രോഗികളെയെല്ലാം യേശു സൗഖ്യമാക്കി. നാനാവ്യാധികളാലും ബാധകളാലും വലഞ്ഞവർ, ചന്ദ്രരോഗികള്, കുഷ്ഠരോഗികള്, പക്ഷപാതക്കാർ, ദീനക്കാർ, മുടത് സകലരെയും യേശു സൗഖ്യമാക്കി. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്ക്. കുഷ്ഠരോഗികൾക്കു നല്ല സൗഖ്യമേകി, ദൃഷ്ടി പോയവർക്ക് പവൻ കാഴ്ചയും നൽകി. കുഷ്ഠരോഗികൾക്കു നല്ല സൗഖ്യമേകി, ദൃഷ്ടി പോയവർക്ക് പവൻ കാഴ്ചയും നൽകി. നഷ്ടജീവനായ ലാസർ 4 നാൾ കഴിഞ്ഞുയർത്ത്, ഭക്തരൊരയ്യായിരം ജനം, 5 സിയോൻ മണവാളനെ, ശ്രീ നരപതിയെ സിയോൻ ശ്രീ നരപതിയെ സിയോൻ മണവാളനെ. ദുഷ്കൃതമാം വിഷബാധ നീക്കുവാനായി തക്കയാഗമായി മരിച്ചു കുരിശിൽ. ദുഷ്കൃതമാം വിഷബാധ നീക്കുവാനായി തക്കയാഗമായി മരിച്ചു കുരിശിൽ. ഇക്കഠിന പാപിയുടെ അക്രമത്തിനുള്ള ശിക്ഷ നിഷ്കളങ്ക നീ വഹിച്ചതാൽ, നമിക്കുന്നേ സിയോൻ മണവാളനെ, ശ്രീ നരപതിയെ സിയോൻ മണവാളനെ, ശ്രീ നരപതിയെ സിയോൻ മണവാളനെ. കൂട്ടമായി വന്ന നേരം കീത്തുശീലയിൽ കിടന്ന യേശുദേവ, ആട്ടിടയർ കൂട്ടമായി വന്ന നേരം കീത്തുശീലയിൽ കിടന്ന യേശുദേവ, പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ, ക്ലിഷ്ടമാക്കിടപ്പും കണ്ടു ഞാൻ, നമിക്കുന്നേ സിയോൻ മണവാളനെ, ശ്രീ നരപതിയെ സിയോൻ മണവാളനെ. വന്നു മകർ നിന്നടുക്കൽ ഭക്തിയോടെ, പൊന്നമൂരെ കുന്തിരിക്ക കാഴ്ച വെച്ചു. വന്നു മകർ നിന്നടുക്കൽ ഭക്തിയോടെ, പൊന്നമൂരെ കുന്തിരിക്ക കാഴ്ച
രാജവനു ഉന്നതാധികാരമുള്ള മനവനിയെന്നു തന്നെ സന്നമിച്ചു ഘോഷിക്കുന്നിതാ നിശങ്കമായി സിയോൻ മണവാളനെ ശ്രീ നരപതിയെ സിയോൻ മണവാളനെ ശ്രീ നരപതിയെ സിയോൻ മണവാളനെ നാശപാത്രമായ ലോകം ആകെയുത്തരിപ്പലിന് കന്യകയിൽ ജാതനായി വന്ന ശ്രീ നരപതിയെ സിയോൻ മണവാളനെ ശ്രീ നരപതിയെ സിയോൻ മണവാളനെ നാശപാത്രമായ ലോകം ആകെയുത്തരിപ്പലിന് കന്യകയിൽ ജാതനായി വന്ന ശ്രീ നരപതിയെ സിയോൻ മണവാളനെ ശ്രീ നരപതിയെ സിയോൻ മണവാളനെ. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. തന്റെ അടുക്ക വന്ന എല്ലാവരെയും യേശു സൗഖ്യമാക്കി. അവിടുന്ന് തിരുവെടുത്ത് പറഞ്ഞതുപോലെ കഷ്ടാനുഭവങ്ങളിൽ കൂടി പോയി മരിച്ചു, അടക്കപ്പെട്ട്, ഉയർത്ത് ഇന്നും അവിടുന്ന് ജീവിക്കുന്നു. ആ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. യേശുവിൻ്റെ ക്രൂശുമരണം, യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങൾ, അവിടുത്തെ തിരുമരണത്താൽ, അവിടുത്തെ തിരു രക്തത്താൽ മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരമുണ്ട്. അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. എന്താ ഈ രക്തത്തിന്റെ പ്രത്യേകത? ഈ രക്തം നിർമ്മല രക്തമാണ്. യേശുവിന്റെ രക്തം പരിശുദ്ധ രക്തമാണ്. കാരണം ക്രിസ്തുവിൽ പാപമില്ല. അവിടുന്ന് പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപം തീണ്ടാത്തവൻ, പാപമേശാത്തവൻ, പാപമറിയാത്തവൻ, പാപമില്ലാത്ത പരമവിശുദ്ധന ക്രിസ്തു. പല കോടതി മാറി മാറി വിസ്തരിച്ചിട്ടും യേശു ക്രിസ്തുവിൽ യാതൊരു കുറ്റവും കണ്ടില്ല. ഒടുവിൽ പീലാത്തോസ് വിസ്താരമെല്ലാം കഴിഞ്ഞ് വെള്ളമെടുത്ത് കൈ കഴുകി, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. അവന്റെ ഭാര്യയ്ക്ക് രാത്രിയിൽ ദർശനമുണ്ടായി പറഞ്ഞു, കാര്യമൊക്കെ കാര്യം, ആ നീതിമാന് വിരോധമായിട്ട് കാര്യമൊന്നും ചെയ്തേക്കരുതെന്ന് പറഞ്ഞു. ആമേൻ സ്തോത്രം. ക്രൂശിൽ കിടന്ന ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തൻ പറഞ്ഞു, മറ്റവനെ ശാസിച്ചു, മിണ്ടാതിരിക്കണമെന്ന് പറഞ്ഞു. ആണി അടിച്ചിട്ട് നീ ഒതുങ്ങുന്നില്ലല്ലോ, മിണ്ടാതിരി. നമ്മൾ തെറ്റ് ചെയ്തത് കൊണ്ട് ഈ ക്രൂശിൽ കയറി. ഈ നീതിമാൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. ദൈവത്തിന്റെ മഹത്വം. അന്നാസും കയ്യപ്പാവും ഒക്കെ മാറി മാറി വിസ്തരിച്ചു, ഒരു കുറ്റവും കണ്ടില്ല. സ്തോത്രം. അന്നാത്തും കയ്യപ്പാവും ഹേരോദും അന്നു നിന്നെ, അന്നാത്തും കയ്യപ്പാവും ഹേരോദും അന്നു നിന്നെ നിന്നിച്ചു പീഡ ചെയ്തതെല്ലാം സഹിച്ചുവല്ലോ, നിന്നിച്ചു പീഡ ചെയ്തതെല്ലാം സഹിച്ചുവല്ലോ, മറുത്തതില്ലതെല്ലും റോമ ഗവർണർ മുൻപിലും നീ, മറുത്തതില്ലതെല്ലും റോമ ഗവർണർ മുൻപിലും. തുങ്കപ്രതാപമാർന്ന ശ്രീയേശു നായകനെ, തുങ്കപ്രതാപമാർന്ന ശ്രീയേശു നായകനെ, ഞങ്ങൾക്കു നന്മ ചെയ്ത കാരുണ്യവാരിധിയെ, ഞങ്ങൾക്ക് നന്മ ചെയ്ത കാരുണ്യവാരിധിയെ വണങ്ങിടും നടിയാർ അവ പാദങ്ങളാശ്രയമേ, വണങ്ങിടും നടിയാർ അവ ആശ്രയമേ. പേശി പുലമ്പി ദുഷ്ടർ ക്രൂശിച്ചിടും പൊഴുതും, പേശി പുലമ്പി ദുഷ്ടർ ക്രൂശിച്ചിടും പൊഴുതും, വാശിക്കതീതമായി തീർന്നില്ല നിൻ ഹൃദയം, വാശിക്കതീതമായി തീർന്നില്ല നിൻ ഹൃദയം. വിമല കാന്തിജനു മുഖം വിളങ്ങി ശാന്തിയാർന്നു, വിമല കാന്തിജനു മുഖം വിളങ്ങി ശാന്തിയാർന്നു. നിൻ സൗമ്യമാം സ്വഭാവം നന്നായി പഠിച്ചടിയാർ, നിൻ സൗമ്യമാം സ്വഭാവം നന്നായി പഠിച്ചടിയാർ, വൻ പ്രതികൂലമധ്യേ മുൻപോട്ടു യാത്ര ചെയ്യുവാൻ, വൻ പ്രതികൂലമധ്യേ മുൻപോട്ടു യാത്ര ചെയ്യുവാൻ, തിരുമുഖ പ്രകാശം ഞങ്ങൾ കരുളുക സതതം. ആമേൻ. തിരുമുഖ പ്രകാശം ഞങ്ങൾ കരുളുക സതതം. തുങ്കപ്രതാപമാർന്ന ശ്രീയേശു നായകനെ, തുങ്കപ്രതാപമാർന്ന ശ്രീയേശു നായകനെ, ഞങ്ങൾക്കു നന്മ ചെയ്ത
കാരുണ്യവാരിധിയെ, ഞങ്ങൾക്കു നന്മ ചെയ്ത കാരുണ്യവാരിധിയെ വണങ്ങിടുന്നടിയാർ തവ പദങ്ങളാശ്രയമേ. ഓ വണങ്ങിടുന്നടിയാർ തവ പദങ്ങളാശ്രയമേ. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഞങ്ങൾ തമ്മിലുള്ള ധാരണയനുസരിച്ചുള്ള സമയമായി ഒരു 10 മിനിറ്റ് കൂടെ എടുക്കാമോ? അപ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. അവിടുത്തെ രക്തം നിർമ്മല രക്തമാണ്. അവിടുത്തെ തിരുരക്തം പരിശുദ്ധ രക്തമാണ്. ഇത് ഹാബേലിന്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തമാണ്. ഈ രക്തം അവൻ സകല രോഗത്തെയും സൗഖ്യമാക്കുന്ന രക്തമാണ്. ഇത് വിലയേറിയ രക്തമാണ്. ഇത് സൗഖ്യം തരുന്ന രക്തമാണ്. വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ ഈ രക്തം നമുക്ക് ജയം തരുന്ന രക്തമാണ്. എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത് ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാക്കളുടെയും രക്തവും മലിനപ്പെട്ടമേ തളിക്കുന്ന പശുഭസ്മവും ജഡിക ശുദ്ധി വരുത്തുമ്പോൾ നിത്യാത്മാവിനാൽ പിതാവാം ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി സമർപ്പിച്ച യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം അവൻ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നമ്മെ യോഗ്യരാക്കി തീർത്ത രക്തം. ഇന്ന് രാത്രി ആ രക്തത്തിന്റെ ശക്തി ഈ ഗ്രൗണ്ടിൽ വ്യാപരിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവർക്ക് ഇന്ന് രാത്രി ആ രക്തത്താൽ വിടുതലും നീക്കുപോക്കുമുണ്ട്. ഈ രക്തം നിന്റെ പാപത്തെ മോചിക്കുന്ന രക്തമാണ്. കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവൃത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ നേർച്ച കാഴ്ച കൊണ്ടോ ആചാരം കൊണ്ടോ അനുഷ്ഠാനം കൊണ്ടോ പാരമ്പര്യം കൊണ്ടോ കീഴ്വഴക്കം കൊണ്ടോ മാമൂല് കൊണ്ടോ ഒന്നും മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരത്തില്ലെന്ന സത്യവേദ പുസ്തകം പഠിപ്പിക്കുന്നത്. അവൻ ഭൗതിക വസ്തുക്കൾ ഒന്നും കൊടുത്തിട്ട് പാപത്തിന് പരിഹാരം വരികയില്ല. അവൻ ഒന്നും കൊണ്ട് കൊടുക്കണ്ട. ഇന്ന് രാത്രി നീ ഏറ്റുപറ, യേശുവേ ഞാനൊരു പാപിയാ, യേശുവേ ഞാനൊരു പാപിയാ. ഇന്ന് രാത്രി എൻ്റെ പാപത്തെ ക്ഷമിക്കണം. ഇന്ന് രാത്രി എൻ്റെ പാപത്തെ പൊറുക്കണം. എന്നെ അവിടുത്തെ തിരുരക്തത്താൽ കഴുകി വെടിപ്പാക്കണം. എൻ്റെ ഉള്ളത്തിലേക്ക് ഇന്ന് രാത്രി എഴുന്നള്ളി വരണം. അവിടുന്ന് എനിക്ക് വേണ്ടി മരിച്ചെന്ന് വിശ്വസിക്കുന്നു. അവിടുന്ന് എനിക്ക് വേണ്ടി രക്തം ചിന്തി എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി പാപമില്ലാത്ത പരിശുദ്ധനായ ക്രിസ്തുവിന്റെ പുണ്യാക രക്തത്താൽ എൻ്റെ പാപങ്ങൾ കഴുകി പോക്കി എന്നെ ശുദ്ധീകരിച്ച് എൻ്റെ ഉള്ളത്തിലേക്ക് വരണമെന്ന് ആരിന്ന് രാത്രി പ്രാർത്ഥിക്കും, അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. എന്താ ഈ നാമത്തിന്റെ പ്രത്യേകത? എല്ലാ നാമത്തിലും മേലായ നാമം, രോഗികളെ സൗഖ്യമാക്കുന്ന നാമം, ഭൂതങ്ങൾ വിട്ടുപോകുന്ന നാമം, രോഗികൾ സൗഖ്യമാകുന്ന നാമം, മനുഷ്യന് സമാധാനം കൊടുക്കുന്ന നാമം, മനുഷ്യനെ രക്ഷിക്കുന്ന നാമം, അവൻ പാപത്തിന് മോചനം വരുത്തുന്ന നാമം, എല്ലാ നാമത്തിലും മേലായ യേശുവിന്റെ പരിശുദ്ധ നാമം. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെ മുടങ്കാലുകൾ മടങ്ങുന്ന വിറയ്ക്കുന്ന നാമമാണ് യേശുവിന്റെ നാമം. ഇത് പരിമള തൈലം പോലെ സുഗന്ധം പരത്തുന്ന നാമമാണ്. ഇന്ന് രാത്രി ഈ നാമത്തിൽ നിനക്ക് പാപമോചനമുണ്ട്. ഈ നാമത്തിൽ രോഗശാന്തിയുണ്ട്. ഈ നാമത്തിൽ സൗഖ്യമുണ്ട്. ഇന്ന് രാത്രി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. 5 പൈസ മുടക്കണ്ട, അരക്കാശ് മുടക്കണ്ട, 1 മൈൽ നടക്കണ്ട, ഭൗതിക വസ്തുക്കൾ ഒന്നും കൊടുക്കണ്ട. യേശുവിനോട് പ്രാർത്ഥിക്കുക. തിരുവെടുത്ത് പറയുക, ആ കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി അതിന് ദൈവം മുഖാന്തരം എടുക്കട്ടെ. സാധാരണ ഞങ്ങൾ ഉപദേശമാര് കൈ പൊക്കാൻ പറയാറുണ്ട്. ഞാനത് പറയുന്നില്ല. കൈയും പൊക്കണ്ട, കാലും പൊക്കണ്ട, ഓടുകയും വേണ്ട, യാടുകയും വേണ്ട, അലറുകയും വേണ്ട. അവിടെ ഇരിക്കുന്ന ഇരിപ്പിലിരുന്ന് കേൾക്കുന്ന ഇടത്തിരുന്ന് ഒറ്റ വാക്ക് പ്രാർത്ഥിക്കുക. എൻ്റെ യേശുവേ എന്നെ രക്ഷിക്കണം. എൻ്റെ യേശുവേ എൻ്റെ ഉള്ളത്തിലേക്ക് വരണം. എൻ്റെ പാപത്തെ ക്ഷമിക്കണം. പ്രാർത്ഥിക്ക്. യേശു ഇന്ന് രാത്രി നിന്നെ രക്ഷിക്കും. ഇത് സുപ്രസാദ കാലമാണ്. ഇത് രക്ഷാ ദിവസമാണ്. ദൈവത്തിന് മഹത്വം. അതിനെ യോഗം ഇടയാക്കി തീരട്ടെ. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. സകല പാപങ്ങളും മോചിക്കുന്ന യേശുവിൻ്റെ പരിശുദ്ധ നാമം. 1-ാം അധ്യായത്തിൽ ആമൻ സ്തോത്രം. ആമൻ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാടാ യേശു ക്രിസ്തു ഇന്ന് രാത്രിയും ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ഇന്ന് രാത്രി തൃപ്തിപ്പെടുത്തും. രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ അതിനകത്താക്കുമെന്ന് തിരുവെടുത്ത് പറയുന്നു. ഇന്ന് രാത്രി ആഗ്രഹത്തോടെ താല്പര്യത്തോടെ ആരടുത്ത് വരും, അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. ആ രക്ഷകൻ ഇന്ന് രാത്രി കൂടെ വന്നിട്ടുണ്ട്. ആ കർത്താവിന് ഹൃദയമൊന്ന് സമർപ്പിച്ചു കൊടുത്താട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ ഏതാനും സമയം കൊണ്ട് നിർത്തുക. ഇടയ്ക്കത്തെ അധ്യായം ഒന്നും ഞാൻ പറയുന്നില്ല. വായിച്ച വാക്യത്തിൽ കൂറ് പുലർത്തണമല്ലോ. ആമേൻ. കർത്താവ് അന്ത്യത്തെ പെസഹായെല്ലാം കഴിഞ്ഞ് ശിഷ്യന്മാരോട് പറയുക, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്.
അതെന്താ കാരണം? പറയാൻ പല കാര്യമുണ്ട്. പ്രധാനപ്പെട്ടൊരു കാര്യം, അവിടുന്ന് കഷ്ടാനുഭവങ്ങളിലേക്ക് കടന്നു പോകുക. ശിഷ്യന്മാരിൽ പലർക്കും ഇത് മനോവിഷമം ഉളവാക്കി. ചിലർ പറഞ്ഞു നീ അങ്ങനെ ഒരിക്കലും സംഭവിക്കരുത്. ചിലർക്കത് വലിയ ദുഃഖമുളവാക്കി. എന്നാൽ വേറൊരു അർത്ഥവും കൂടെ ഉണ്ട്. ആ 13-ാം അധ്യായത്തിൽ ഈ 14:1 ഹൃദയം കലങ്ങരുതെന്ന് പറയാൻ കാര്യം, 13-ാം അധ്യായം പഠിക്കുന്നവർക്കറിയാം പെസഹായുടെ ഒരുക്കനാൾ വന്നപ്പോൾ ശിഷ്യന്മാർ വന്ന് യേശുവിനോട് ചോദിച്ചു, ഗുരു, ഞങ്ങൾ എവിടാ നിനക്ക് പെസഹ ഒരുക്കേണ്ടത്? അങ്ങനെ ചോദിക്കാൻ കാര്യം പറയാം. യേശുവിന് കയറിക്കിടക്കാൻ ഇടമില്ല. ശിഷ്യന്മാർക്ക് യേശുവിനും കയറിക്കിടക്കാൻ ഇടമില്ല. യാത്ര ചെയ്യാൻ വാഹനമില്ല. കരം കൊടുക്കാൻ കാശില്ല. ചില യോഗമൊക്കെ കഴിഞ്ഞാൽ ഭക്ഷണം പോലും കിട്ടുന്നില്ല. അതുകൊണ്ടാണല്ലോ വിശന്ന് പ്രാണം തല്ലിയായി നിങ്ങൾ ഈ പോകുന്നത്. അതുകൊണ്ടായിരിക്കാം ശിമോന്റെ വീട്ടിൽ ചെന്നപ്പം വിശന്നുകൊണ്ടായിരിക്കാം കൈ കഴുകാതെ പെട്ടെന്ന് ഭക്ഷണം കടിച്ചെന്ന് എൻ്റെ ഒരു ചിന്ത. ആയിക്കോട്ടെ. അപ്പോൾ അവർ പറഞ്ഞ് പൂർവന്മാരുടെ സമ്പ്രദായം ലംഘിച്ചു. ആരുടെയോ വയലിറങ്ങി കതിരി പറിച്ച് തിരുമ്മി തിന്ന ചരിത്രങ്ങളും നമുക്കറിയാം. ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടും ഞെരുക്കവും ഒക്കെയുള്ള കാലമാണ്. കർത്താവ് അങ്ങനെ പറഞ്ഞല്ലോ, ആമേൻ. നരികൾക്ക് കുടിയുണ്ട്, പറവജാതിക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് സ്തോത്രം. നരികൾക്ക് വസിപ്പതിനായി കുഴിയും പറവയ്ക്കു വസിപ്പതിനായി കൂടും. നരികൾക്കു വസിപ്പതിനായി കുഴിയും പറവയ്ക്കു വസിപ്പതിനായി കൂടും. ഭൂവിലുണ്ടിവനോ തല ചായ്പതിനായി കുരിശല്ല, ഈ പാരിൽ സ്ഥാനമില്ല. ഭൂവിലുണ്ടിവനോ തല ചായ്പതിനായി കുരിശല്ല, ഈ പാരിൽ സ്ഥാനം ഇല്ല. കുരിശും നിജ തോളിലെടുത്തൊരുവൻ ഗിരിമേൽ കരേറി പോകുന്ന കാഴ്ച കാണീൻ. കുരിശും നിജ തോളിലെടുത്തൊരുവൻ ഗിരിമേൽ കരേറി. അവനീശസുതൻ മഹിമോന്നതനം, അവനീശ്വരനിൽ ബഹുവന്ദിതന. അവനീശസുതൻ മഹിമോന്നതനം, അവനീശ്വരനിൽ ബഹുവന്ദിതന. അവനീവിധമേട സമാനമുഴം നതു കാണി പാപികളാ നരർഗായി. അവനീവിധമേട സമാനമുഴം നതു കാണി പാപികളാ നരർഗായി. കുരിശും നിജ തോളിലെടു തൊഴുവൻ ഗിരിമേൽ കരേറി പോകുന്ന കാഴ്ച കാണി. അപ്പൊ നരികൾക്ക് കുടിയുണ്ട്, പറവജാതിക്ക് കൂടുണ്ട്, മനുഷ്യപുത്രന് തലചായിപ്പാൻ ഇടമില്ല. അപ്പൊ എല്ലാം കൊണ്ടും അവൻ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നയാളാണ്. അപ്പൊ അതുകൊണ്ട് കയറിക്കിടക്കാൻ ഇടമില്ല, യാത്ര ചെയ്യാൻ വാഹനമില്ല, കരം കൊടുക്കാൻ കാശില്ല. അതുകൊണ്ട് ശിഷ്യന്മാർ വന്ന് ചോദിച്ചത്, ഗുരു, ഞങ്ങൾ എവിടെ പെസഹ ഒരുക്കേണ്ടത്? അപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് എതിരെയുള്ള നിങ്ങൾ നഗരത്തിൽ ചെല്ലണം. അവിടെ ചെല്ലുമ്പോൾ ഒരാൾ ഒരു കുടം വെള്ളവും കോരിക്കൊണ്ട് വരും. നിങ്ങളവൻ്റെ പുറകെ പോകണം. അവൻ്റെ ഒരു വലിയ വീട്ടിൽ കയറും. നിങ്ങളും ആ വീട്ടിൽ ചെല്ലണം. അപ്പം വീട്ടുടയവൻ ചോദിക്കും എന്താ വന്നെന്ന്. അപ്പം നിങ്ങൾ പറയണം, ഗുരുവിന് പെസഹ ഒരുക്കാൻ ശാല എവിടെ? അവൻ വിരിച്ചൊരുക്കിയ ഒരു വന്മാളിക കാണിക്കും. ഇതൊരു പ്രവചനം പോലെ പറഞ്ഞു. അത് അച്ചട്ടായിട്ട് നടക്കുകയും ചെയ്തു. അങ്ങനെ ഇവര് ആ പട്ടണത്തിൽ ചെന്നു, ഈ വീട് കണ്ടു, വീട്ടുടയവനെ കണ്ടു, കാര്യം പറഞ്ഞു, ക്രമപ്പെടുത്തി. സമയമായപ്പോൾ ക്രിസ്തുവും ശിഷ്യന്മാരും പെസഹ ഭുജിപ്പാൻ ഒന്നിച്ചു കൂടി. ചില ഫോട്ടോയിലൊക്കെ നിങ്ങൾ കാണാറുണ്ട് വരച്ചവരെ. എന്തുമായിക്കോട്ടെ, കർത്താവിന് മഹത്വം. യേശുവും ശിഷ്യന്മാരും ഇങ്ങനെ ഇരിക്കുക. എൻ്റെ ഒരു ഭാവനയും കൂടെ ചേർത്ത് അങ്ങ് പറയുക. അപ്പൊ ഈ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരുടെ അകവാള് വെട്ടി. കാരണം ഇവർ പലരും മുക്കുവന്മാരും കടൽത്തീരത്ത് കടലും പടകും വലയും ഒക്കെ ആയിട്ട് ഇടപെട്ടവരാ, സാധാരണക്കാരാ ചിലര്. ഇവർ ഈ പട്ടണത്തിൽ ചെന്ന് ഈ വന്മാളിക, വിരിച്ചൊരുക്കിയ വന്മാളിക ഇത് കണ്ട് മാനുഷികമായി നമുക്ക് ആണെങ്കിലും തോന്നും, ഇതൊക്കെ കാണുമ്പം വലിയ അത്ഭുതം തോന്നും. എൻ്റെ അനുഭവത്തിലും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ധാരാളം, ഒന്നല്ല പല സംഭവങ്ങൾ.
ചില വീടുകളിലൊക്കെ ചെന്ന് പ്രാർത്ഥിക്കുമ്പം പ്രാർത്ഥിക്കുന്നതിന് മുന്നേ വീട് കണ്ട് അന്തം വിട്ടു പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. വേറൊരു വീട്ടിലൊരിക്കൽ എന്നെ കൊണ്ടുപോയി പ്രാർത്ഥിക്കാൻ, ഇപ്പോഴല്ല വർഷങ്ങൾക്ക് മുമ്പ്, വീടും പരിസരവും കൊണ്ട് അന്തം വിട്ടുപോയി. ദീർഘദൂരം യാത്ര ചെയ്താ ചെന്നപ്പോൾ ഞാനങ്ങ് ഓപ്പണായിട്ട് പറയുന്ന ആളാണ്, നിങ്ങൾക്കറിയാം. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ബാത്റൂമിൽ നിന്ന് പോകണം. എന്നാ വാന്ന് പറഞ്ഞു. വേറെ 1-2 മുറിയൊക്കെ വലിയ വീടാ, എല്ലാം കഴിഞ്ഞ് ബാത്റൂമിൽ അതാന്ന് പറഞ്ഞു. ഇതിനകത്തോട്ട് കയറിയിട്ട് ഇത് ഞെക്കുന്നത് എവിടാ തുറക്കുന്നത് എവിടാന്ന് എനിക്കറിയത്തില്ല. കുറച്ച് കഴിഞ്ഞിട്ടും അനക്കമൊന്നുമില്ല. പുള്ളി വന്ന്, ഞാനിതെല്ലാം നോക്കുക, എന്തെങ്കിലും കുഴപ്പടി വന്നാൽ പിന്നെ അത് നമ്മളും പ്രയാസമാകും. പിന്നെ പുള്ളി വന്ന് മുട്ടി, എന്തോ പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അവിടെ നിൽക്കി വരുവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേറെ വെളിയിലുണ്ടോ എന്ന് ചോദിച്ചു. സാധാരണ അങ്ങനെ ആണെന്നല്ലോ, ജോലിക്കാർക്കും പുറത്തുള്ളവരൊക്കെ വരുമ്പോൾ അവർക്ക്. ഞാൻ പറഞ്ഞു, എനിക്ക് അത് മതിയെന്ന് പറഞ്ഞു. അതെന്നാ ഇതിൻ്റെ ഇണക്കൊന്നും അറിയാൻ മേലെന്ന്. കാരണം തന്നെയല്ല, ഇതൊക്കെ കണ്ടിട്ടൊന്നും പോട്ടെ, ഇപ്പം അതാ അങ്ങനെ പറയാനേ ഒക്കുള്ളൂ. അപ്പം അങ്ങനെയുള്ള വലിയ വലിയ വീടുകളിലൊക്കെ പോയിട്ടുണ്ട്. നിങ്ങളിൽ ചില അനുഭവങ്ങൾ കാണാം. സ്തോത്രം. വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീട്ടിൽ പോയി, ആ വീട്ടിലെ സെറ്റ് ചെയ്ത് എന്നോട് പറഞ്ഞു അങ്ങോട്ട് ഇരിക്കാൻ പറഞ്ഞേച്ച് പുള്ളി അകത്തോട്ട് പോയി. ഭാര്യ അടുക്കളയെ ചായ എങ്ങാണ്ട് തയ്യാറാക്കുക. പുള്ളി പറഞ്ഞു, പാസ്റ്റർ അങ്ങോട്ട് ഇരിക്കാൻ പറഞ്ഞു. പുള്ളി അകത്തോട്ട് ഇപ്പം വരാമെന്ന് പറഞ്ഞു. വലിയ വീടാണ്. ഞാനിരുന്നപ്പോൾ ആദ്യമായിട്ട് അങ്ങോട്ട് ഒരു സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ പിന്നെ നോക്കി, അവർ കാണാതെ ഞാൻ 3-4 പ്രാവശ്യം ഞാൻ തന്നെയും പൊന്നെ ഇരുന്ന് നോക്കി. അവരെ കാണിച്ചില്ല, കാരണം നാണക്കേടല്ലേ. എൻ്റെ ആയുസിൽ ആദ്യമായി ഇങ്ങനത്തെ ഒരു സെറ്റ് ചെയ്യലേ ഇരിക്കുന്നത്. സാങ്കുട്ടിച്ചാനൊക്കെ ഇരുന്ന് കാണും ധാരാളം. ഞാൻ ആദ്യമായിട്ടാണ്. അപ്പം ഞാൻ നോക്കി, തള്ള വരുന്നുണ്ടോ നോക്കി, ഇല്ല, അവർ അടുക്കളയില്ല, ശബ്ദം കേൾക്കാം. അങ്ങേരെയും കാണില്ല. അവർ കാണാതെ 3-4 പ്രാവശ്യം ഞാൻ തന്നെ എന്നതാണെന്നറിയാൻ പറ്റില്ല. നല്ല അപ്പം ഇങ്ങനെയുള്ള രംഗങ്ങളൊക്കെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആട്ടെ, ഈ ശിഷ്യന്മാരും ഈ വലിയ വൻമാളിക എന്നാ, വിരിച്ചൊരുക്കിയ വൻമാളിക, ഫർണിഷ്ഡ് റൂം എന്നാണ്. ധനാഢ്യൻ്റെ വീടല്ലേ. ഈ വീട്ടിൽ ഇവർ കയറി, ഈ വീടും പരിസരവും ചുറ്റുപാടും കണ്ട് അന്തം വിട്ടുപോയി. എൻ്റെ ചിന്തയും കൂടെ പറയാ. ശിഷ്യന്മാർ പറഞ്ഞു, യേശു ഉണ്ടെങ്കിലും ഇവർ പറഞ്ഞു, ഏതായാലും ഇങ്ങേരുടെ കൂടെ കൂടിയത് കൊണ്ട് നമുക്ക് ഈ വീട്ടിലെങ്കിലും കയറാൻ ഇടയായി, ന്യായമാണ്. അപ്പോൾ ഒരുത്തൻ പറഞ്ഞു, ഇങ്ങേരുള്ളത് കൊണ്ടാണ് നമ്മളെ ഈ വീട്ടിൽ ഇരുത്തിയേക്കുന്നത്, അതാ പരമാർത്ഥവും. അപ്പോൾ ഒരുത്തൻ പറഞ്ഞു, ഈ കുഷ്യനും ഈ സെറ്റിയും ഈ ലൈറ്റൊക്കെ വെളിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്, അതൊന്ന് കെടുകയും കത്തുകയും. അന്നാന്ന് ഓർക്കണം. ആയിക്കോട്ടെ, ഈ മാർബിളുമൊക്കെ വിലപിടിപ്പുള്ളതാ, എല്ലാം വളരെ മെച്ചപ്പെട്ടതാ. ഇതെല്ലാം കണ്ടിവർ അന്തം വിട്ടു. അപ്പോൾ ഒരുത്തൻ പറഞ്ഞു, ആട്ടെ, നമുക്കിത് കാണാനെങ്കിലും ഇട ആയല്ലോ. അപ്പം വേറൊരുത്തൻ പറഞ്ഞു, നമുക്കിത് കാണാനേ വിധിച്ചിട്ടുള്ളൂ. അപ്പോൾ ഒരുത്തൻ പറഞ്ഞു, പെട്ടെന്ന് കണ്ടു, പുള്ളി ഇവിടെ നിന്ന് ഇറങ്ങുമ്പം നമ്മളെ ഇവിടെ നിന്ന് ഇറക്കും. പുള്ളി ഉള്ളത് കൊണ്ടാണ് ഇതിനകത്ത് ഇരുത്തിയേക്കുന്നത്. അതാ അതിൻ്റെ പരമാർത്ഥം. ഞാൻ ദൈവമക്കളോട് എനിക്കൊരു കാര്യം പറയാം. നിന്നെ ആരെങ്കിലും ബഹുമാനിക്കുന്നെങ്കിൽ, നിന്നെ ആരെങ്കിലും വിളിക്കുന്നെങ്കിൽ, നിനക്കൊരു ഗ്ലാസ് പച്ചവെള്ളം തരുന്നെങ്കിൽ, നിന്നെ ഇരിക്കാനൊരു കസേര തരുന്നെങ്കിൽ, നിന്റെ കുടുംബശ്രേഷ്ഠത കൊണ്ടോ, നിന്റെ കഴിവ് കൊണ്ടോ, മഹിമ കൊണ്ടോ, ജ്ഞാനം കൊണ്ടോ, ധനം കൊണ്ടോ, ആൾബലം കൊണ്ടോ, കായബലം കൊണ്ടല്ല, നീ യേശുവിനെ അറിഞ്ഞത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ അറിഞ്ഞതാ നിന്റെ ഭാഗ്യം. ഈ കൃപയിൽ വന്നതാ ഭാഗ്യം. ഞാൻ എൻ്റെ അനുഭവ സാക്ഷ്യം പറയാറുണ്ട്, തെറ്റിദ്ധരിക്കരുത്. പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോഴേ സാറ് എപ്പോഴും ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്, മലയാളം പഠിപ്പിച്ചപ്പോൾ ഞാൻ വെളിയിലോട്ട് നോക്കി ഇങ്ങനെ. അന്നൊക്കെ ബെഞ്ചാണല്ലോ. ഞാൻ ആ ബെഞ്ചിൻ്റെ 4ാമത്തെ ബെഞ്ചിലാണ് ഞാനിരിക്കുന്നത്. മനസ്സിലായ കാര്യം, 4ാമത്തെ ബെഞ്ചിൽ പോയിരിക്കാൻ കാര്യം എന്നാ ജോസേ 4ാമത്തെ ബെഞ്ചിൽ പോയിരിക്കുന്നത്? നല്ലതുപോലെ പഠിക്കൂ, അതുകൊണ്ടാണ്. ജോസൻ ലാസ്റ്റ് ആയിരുന്നോ? നിങ്ങളോ? നിങ്ങൾ 4 വരാൻ സാധ്യതയില്ല. ഞങ്ങൾ 2-4-ലായിരുന്നു. 4ാമത്തെ ബെഞ്ച് ഞങ്ങളുടെ പഠിത്തം അതുപോലെ. അപ്പൊ ഈ 4ാമത്തെ ബെഞ്ചിലെ ജനലിന്റെ സൈഡിലാണ് ഞാനിരിക്കുന്നത്. ഇന്നത്തെ പോലെ ഓർക്കുന്നു, സാറ് മലയാളം പഠിപ്പിക്കുക, നല്ല സാറാ. അപ്പം
അന്നത്തെ സബ്ജക്റ്റ് നളചരിതമാണ്. നളചരിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഉണ്ണായി വാര്യര്. അപ്പൊ സാറ് ഇതുങ്ങൾ ചൊല്ലി അർത്ഥം പറഞ്ഞിങ്ങനെ പഠിപ്പിക്കുക. നളനഗരെ വാഴുന്നു ഞാൻ നളന് ജന്മവച നളനമഴിമാർക്കെല്ലാം നടപടിപ്പാൻ മതിലെളുതം മൃദുലെളുതം ഗുണമെളുതം ഇത് കളിയല്ല. അപ്പം നന്നായിട്ട് പഠിപ്പിക്കുക. കണ്ടേൻ നികടേ നിൻ കളിവാക്കതവ കേട്ടേൻ കഞ്ചഭവനുടെ വാകനമേ. പിന്നെ അപ്പം നന്നായിട്ടിത് പഠിപ്പിച്ചപ്പോൾ ഒരു ഭാഗം കൂടെ ചൊല്ലി. മിന്നൽ കൊടികിറങ്ങി വരികയോ അരയന്നെ ഇങ്ങോട്ട് വരിക. മിന്നൽ കൊടികിറങ്ങി വരികയോ വിധുമണ്ഡലമിറങ്ങി ക്ഷിതിയിൽ പോരുകയോ സ്വർണവർണമാ അന്നം പറന്നിങ്ങി വരികയോ കണ്ണുകൾക്കിത് നല്ല വീയൂച്ചരികയോ ഇനി ഒരടി നടന്നാൽ കിട്ടുമേ. അപ്പം ദമയന്തി അരയന്നത്തെ പിടിക്കാൻ പോവാ. ഇനി ഒരടി നടന്നാൽ കിട്ടുമേ കൈക്കലെന്നും പ്രതിപദമഭിതോന്ന് മാറുമന്തം നടന്നാൻ അതബദമയന്തി ആളിമാരോട് വേറിട്ടങ്ങത് വിടുതന്നെ പ്രവടനൂജേതകാശം. സാറിത് പഠിപ്പിച്ചപ്പോൾ ഞാൻ ജനലിൽ കൂടെ മേളിലോട്ട് നോക്കി വിമാനം പോകുന്നു. നളചരിത ഭാഗത്ത് വെളി വിമാനം പോകുന്നു. ഞാൻ നോക്കി, വിമാനം ഒന്നും കാണുന്നില്ല, എരപ്പല്ലാതെ ഒന്നും കാണുന്നില്ല. സാറ് കണ്ടു. പുള്ളി ശ്വാസം പിടിച്ച് നളചരിതം ചൊല്ലി അർത്ഥം പറഞ്ഞ് പിള്ളേരെ പഠിപ്പിക്കുക. ഞാനെന്നാലും ജനലിൽ കൂടെ വിമാനം. സാറ് കണ്ടു. അന്നത്തെ സാറന്മാരൊക്കെ അങ്ങനെ എഴുന്നേക്കടാന്ന് പറഞ്ഞു. അന്ന് സാറിനെ പേടിയാ. ഇന്ന് സാറ് നമ്മളെ പേടിച്ച് ഇടവഴി നിൽക്കുക. എൻ്റെ സ്റ്റുഡൻറ്റ് അത് പോയി കഴിഞ്ഞേച്ച് ഞാൻ സ്കൂളിലോട്ട് പയ്യെ. സാറന്മാരെല്ലാം പേടിച്ചാ ജീവിക്കുന്നത്. പേടിയാ. ആണ് ഇവൻ്റെ നാടൻ പോകാന്നോ തോക്കാന്നോ വെടിയുണ്ടയാണോ എന്നെ അറിയത്ത പിള്ളേരെല്ലാം അങ്ങനെ. അപ്പം അന്ന് സാറന്മാരെ പേടിയാ. അപ്പം സാറ് പറഞ്ഞു എഴുന്നേക്കടാന്ന് പറഞ്ഞു. എഴുന്നേറ്റു. എന്തുവാ നോക്കിയ? ഞാൻ സത്യം പറഞ്ഞു. വിമാനം കണ്ടോ? ഇല്ല. ബെഞ്ചെ കയറ്റി നിർത്തി ചൂരലിനടിച്ചു. എന്നൊക്കെ അങ്ങനെ മുട്ടിന് കീഴെ പൊട്ടുകയും ചെയ്തു. പാടുമൊക്കെ വേണം. വീട്ടിൽ വന്നപ്പോൾ അമ്മ അറിഞ്ഞു വെച്ച് പറഞ്ഞു 2 കൂടെ കൊടുക്കാൻ സാറിനോട് പറഞ്ഞേക്കാൻ. അതാ വീട്ടിൽ നിന്നുള്ള ഓർഡർ. ഇന്നൊന്നും അങ്ങനെ അല്ല. അപ്പം എന്തായാലും എന്നോട് പറഞ്ഞ് എംപോസിഷൻ എഴുതാൻ 101 പ്രാവശ്യം എഴുതി. അതുകൊണ്ടല്ലേ ഇപ്പോഴും തെറ്റാതെ ചൊല്ലിയത്. എത്ര വർഷം കഴിഞ്ഞു? കുത്തിയിരുന്ന് എഴുതുകയായിരുന്നു. അപ്പൊ പറഞ്ഞു വന്നത്, വിമാനം കണ്ടോ? അതുമില്ല. അടി കിട്ടി ഊപ്പാടും വന്നു. എംപോസിഷനും എഴുതി. പ്രോസ്പെരിറ്റി പറയുകയല്ല, തെറ്റിദ്ധരിക്കരുത്. പോയ ചരിത്രവും പറയുകയല്ല, തെറ്റിദ്ധരിക്കരുത്. ഈ പൊട്ടനായ പോഷനായ ഒരു വിവരവും ഇല്ലാത്ത എന്നെ, പഠിച്ച ക്ലാസ് ഒന്നും പറയുന്നില്ല, ഇത്ര അറിഞ്ഞാൽ മതി. ഇപ്പൊ മനസ്സിലായല്ലോ. കൂട്ടി വായിക്കാൻ പോലും പലതും അറിയത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ മഹാകരുണയാൽ യേശുവിനെ അറിഞ്ഞ് ഈ കൃപയിൽ വന്ന് എന്നാലാവും വിധം കർത്താവിനെ ശുശ്രൂഷിപ്പാൻ ദൈവം എനിക്ക് അവസരം തന്നു. എന്നെ സ്നേഹിച്ച്, ഈ വേലയെ സ്നേഹിച്ച്, ദൈവത്തെ ഭയപ്പെട്ട് അനേക ദൈവമക്കൾ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലുള്ളവർ ബഹുമാനിപ്പാനും ആദരിക്കുവാനും ശുശ്രൂഷിപ്പാനും ഇടയായി. അനേക രാജ്യങ്ങളിൽ വിമാനത്തെ പോകാനിടയായി. അത് പോകാനിടയായത് എൻ്റെ ശൈലി പറയുക, നിങ്ങൾ എന്തോ ധരിച്ചാലും ഈ പുസ്തകം എടുത്തത് കൊണ്ടാണ്. ഈ കൃപയിൽ വന്നതാ. അന്ന് വിമാനം കാണാനായിട്ട് നോക്കി, മറ്റെന്തിലെ ചിന്തിക്കരുത്. അതിനുശേഷം വിമാനത്തിൽ ഇരുന്ന് ഊപ്പാട് വന്നു. വല്ലച്ചാതി ഇത് എവിടെയെങ്കിലും കൊണ്ട് നിർത്തിയാൽ മതി എന്നോർത്തിരിക്കുക. അയ്യോ, എത്ര മണിക്കൂറായിരിക്കുന്നു. നടുവും വേദനിച്ച് കാലും നീര് വെച്ച് ഇരുന്ന് ഊപ്പാട് വന്നിട്ടുണ്ട്. അപ്പം മറ്റെന്തിലെ ചിന്തിക്കരുത്. പോയ ചരിത്രമൊന്നും പറയുകയല്ല. ഈ മാർഗത്ത് വന്നതാണ് നിന്റെ ഭാഗ്യം. യോഗ്യമായി ജീവിക്കാൻ പഠിച്ചതും പഠിപ്പിച്ചതും ഈ മാർഗത്ത് വന്നതുകൊണ്ടാണ്. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, വിസ്തരിക്കുന്നില്ല. ശിഷ്യന്മാർ പറഞ്ഞു, പുള്ളി ഉള്ളത് കൊണ്ടാണ് നമ്മളെ വീട്ടിൽ ഇരുത്തിയതും ഭക്ഷണം തരുന്നതുമല്ല. ഒരുത്തൻ പറഞ്ഞു, എന്നാൽ പെട്ടെന്ന് കണ്ടു, പുള്ളി പോകുമ്പോൾ നമ്മളെയും ഇറക്കി വിടും. ഇങ്ങനെയൊക്കെ ഒരുത്തൻ പറഞ്ഞു, നമുക്കിത് കാണാനൊക്കെ വിധിച്ചിട്ടുള്ളൂ, ഇങ്ങനത്തെ വീടും ചുറ്റുപാടും. ഇതുകൊണ്ടൊക്കെ ആയി ഹൃദയം കലങ്ങാൻ വേറൊരു കാരണം. ഈ വീടിൻ്റെ പണിയൊക്കെ കണ്ട ആ ഹൃദയം കലങ്ങാൻ ഒരു കാരണം. അതിനൊരു തെളിവ്
14-ാം അധ്യായത്തിൽ അതുകൊണ്ട് ഇതുകൂടെ കണക്കിലെടുത്ത യേശു പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലമുണ്ട്. അപ്പോൾ മേളിലൊരു വീടുണ്ട്, പല വീടുകളുണ്ട്, പല വാസസ്ഥലമുണ്ടെന്ന് പറയാനുള്ളതിൻ്റെ ഒരു കാരണം, ഈ പട്ടണത്തിലെ വീടും പണിയും കണ്ട് നിങ്ങൾ കലങ്ങരുത്. ഇതിലൊക്കെ മെച്ചമായ ഒരു വീട് നിങ്ങൾക്ക് വേണ്ടി ഉയരത്തിലൊരുക്കുന്നുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൻ്റെ മഹത്വം. എന്താണ് പറയാൻ കാര്യം? കലങ്ങരുതെന്ന് പറയാൻ കാര്യം, നമ്മൾ ഹൃദയം കലക്കുന്ന നിരവധി സംഭവങ്ങൾ സംഭവിക്കുന്ന നടക്കുന്ന ഒരു അന്തരീക്ഷത്തിലും കാലത്തിലുമാണ് നമ്മൾ വന്നിരിക്കുന്നത്. അക്രമികളും അധർമ്മികളും വഞ്ചകന്മാരും ദൂഷകന്മാരും നന്ദി കെട്ടവരും ഇന്ദ്രിയജയമില്ലാത്തവരും ദാക്ഷക്കാരും ഏഷണിക്കാരും ഭോഗപ്രിയരും മോഹപ്രിയരും ഇസങ്ങളൊക്കെയുള്ള ലോകമാണ്. ആസിസവും പാസിസോ എത്തിസവും ഭ്രാന്തിസോ കമ്മ്യൂണിസോ ലീഗലിസവും മോഡേണിസം ഒക്കെ ഉള്ളൊരു വല്ലാത്ത കാലമാണ്. അക്രമവും അനീതിയും വർദ്ധിച്ചു വരിക. ഇങ്ങനെയുള്ള കാലത്തിൽ നമ്മുടെ ഹൃദയത്തെ കലക്കുന്ന നിരവധി വിഷയങ്ങൾ വരും. പക്ഷേ യേശു പറയുക, ഹൃദയം കലങ്ങരുത്. കാരണവും കൂടെ പറയുക. ഒന്ന്, നമുക്കൊരു ദൈവമുണ്ട്. ഏത് ദൈവം? ഏകദൈവമായ, സത്യദൈവമായ, നിത്യദൈവമായ, സാക്ഷാൽ ദൈവമായ, ഈ സകല അണ്ടകടാകത്തെയും ചരാചരങ്ങള് നിർമ്മിച്ചൊരു ദൈവമുണ്ട്. അതുകൊണ്ട് ഹൃദയം കലങ്ങരുത്. രണ്ട്, ഇങ്ങനെ അങ്ങ് ചിന്തിക്കുക, നമുക്ക് വേണ്ടി സദാ പക്ഷപാതം ചെയ്യുവാൻ ഒരു മധ്യസ്ഥൻ സ്വർഗത്തിലുണ്ട്. ഇവിടെ നിന്റെ പക്ഷം പിടിച്ചു വാദിക്കുവാൻ ആരുമില്ലെങ്കിലും നിരാശപ്പെട്ടു പോകരുത്. നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്. അതുകൊണ്ട് ഹൃദയം കലങ്ങരുത്. മൂന്ന്, നമുക്കൊരു ഭവനം അവിടെ ഒരുക്കുന്നുണ്ട്. ഇവിടെ ചിലപ്പോൾ വാടകയ്ക്കായിരിക്കും താമസിക്കുന്ന, വാടക കൊടുക്കാൻ നിർവാഹമില്ല, കയറിക്കലക്കാൻ ഇടമില്ല, യോഗ്യമായൊരു വീടില്ലാത്തവരെ ഇപ്പൊ കേൾക്കുന്നുണ്ടായിരിക്കും. നിരാശപ്പെട്ടു പോകരുത്. നല്ലൊരു ഭവനം നമുക്ക് ഒരുക്കുന്നുണ്ട്. ആമേൻ. 4, ആമേൻ, സ്തോത്രം. അവിടുന്ന് പോയച്ച് തിരിച്ചു വന്ന് നമ്മളെ തന്റെ അടുക്കലേക്ക് ചേർത്തുകൊള്ളും. അതുകൊണ്ട് ഇന്ന് രാത്രി ഹൃദയം കലങ്ങരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ. യേശുക്രിസ്തു ഏകദൈവം, യേശുക്രിസ്തു സത്യദൈവം, യേശുക്രിസ്തു നിത്യദൈവം. ആ സത്യദൈവത്തെ ഭജിച്ച് നിത്യജീവനെ പ്രാപിക്കുവാൻ ഇന്ന് രാത്രി സകല പാപങ്ങളും പോക്കി പരിഹരിക്കുന്ന യേശുവിൻ്റെ പരിശുദ്ധ രക്തം, സകല രോഗത്തെ സൗഖ്യമാക്കുന്ന യേശുവിൻ്റെ ദിവ്യശക്തി, നിനക്ക് സമാധാനം നൽകുന്ന നസറിയനാകുന്ന യേശുക്രിസ്തു ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. മാറത്ത് പൊൻകൊച്ചു കെട്ടി വിട്ടുപടിപ്പിച്ച വെള്ളോടിന് സദൃശമുള്ള പാദമുള്ളവനായ 7 നക്ഷത്രം അലങ്കി പിടിച്ച് നിലവിളക്കയുടെ നടുവിൽ നിലയങ്ക് ധരിച്ച് നടകൊള്ളുന്ന നസ്രായൻ ഇന്നത്ര നടുവിലുണ്ട്. അനുഭവിക്കുന്ന ദൈവമക്കൾ അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഈ രാത്രി യേശു നമ്മുടെ നടുവിലുണ്ട്. എല്ലാവരും അല്പസമയം ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സത്യവചനം കേട്ട് നീ വാ, നിത്യജീവൻ നിനക്കേകിടുമേ. സത്യവചനം കേട്ടു നീ വാ, നിത്യജീവൻ നിനക്കേകിടുമേ. നിൻപേരും ജീവ പുസ്തകത്തിൽ ഉണ്മയായി ഇന്ന് എഴുതിടുമേ. വരുവീ നല്ല സമയം. പ്രാർത്ഥനയ്ക്ക് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ട്? മുമ്പോട്ട് വന്നാൽ, രോഗികളായിട്ടുള്ളവരുണ്ടെങ്കിൽ വന്നാൽ പ്രാർത്ഥിക്കാം. യേശു വിളിച്ചിടും. ഓ കെട്ടിയ വീടോ നിലം പോലുള്ളൂ, കണ്ടിടുമൂറ്റോ ഉടയവരും. കെട്ടിയ വീടും നീലം പോലുള്ളൂ, കണ്ടിടുമൂറ്റോ ഉടയവൻ. കൂടുവിട്ടു നിൻ ജീവൻ പോയാൽ കൂടെ വരാതെ വേർപെടുമേ. വരുവീ ഈ നല്ല സമയം, വൃഥാവാക്കാതെ നിന്നെ. വരുവീ നീ നല്ല സമയം, വൃഥാവാക്കാതെ നിന്നെ. തീരാത്ത പാപം വ്യാധിയെയും മാറാത്ത എല്ലാ ബലഹീനവും, തീരാത്ത പാപം വ്യാധിയെയും മാറാത്ത ഓരോ കുരിശിൽ ചുമന്നു നിന്നെ.
ഗീതം അട്ടിപ്പിണരാൻ വരൂ നീ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരൂ നീ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരൂ നീ നല്ല സമയം ജീസസ്. ഹല്ലേലൂയ. വൃഥാവാക്കാതെ യേശു വിളിച്ചിടുന്നു. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ. ആമേൻ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുവദിച്ചാൽ നാളെ വൈകുന്നേരം അല്പം നേരത്തെ പ്രസംഗം തുടങ്ങി, നേരത്തെ നിർത്തി നമുക്ക് കടന്നു പോകുവാൻ ദൈവം കൃപ നൽകട്ടെ. യേശു ക്രിസ്തു ഏകദൈവം, യേശു ക്രിസ്തു സത്യദൈവം, യേശു ക്രിസ്തുവിൽ കൂടി മാത്രം രക്ഷ അത് കരസ്ഥമാക്കുവാൻ, നിത്യതയിലെത്തുവാൻ